നമസ്കാരം. ഭയങ്കരമായ ഒരു സന്തോഷമായിട്ടുള്ള ഒരു ദിവസമാണ്. കാരണം സന്തോഷേട്ടനൊക്കെ ആയിട്ട് ഒരുപാട് പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് ഇങ്ങനെ ഇദ്ദേഹത്തെ കിട്ടിയത്. അപ്പോൾ അതിൻ്റെ ഒരു ഹാപ്പിനെസ് ഉണ്ട്. കൂടുതൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങളൊന്നും പറയാണ്ട് തന്നെ ചോദ്യങ്ങളും ഉത്തരങ്ങളിലോട്ട് പോവുകയാണ്. ഞങ്ങളൊരു 30-40 മിനിറ്റ്സ് ഞങ്ങളുടെ ഒരു സംസാരവും ബാക്കി നിങ്ങൾക്ക് നമ്മളോട് സംവദിക്കാം, അല്ലെങ്കിൽ സന്തോഷേട്ടനോട് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാം. ഈ ഏറ്റവും സന്തോഷമായിട്ട് ഏറ്റവും ആദ്യം തന്നെ ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിന് നിങ്ങളുടെ എല്ലാ വീഡിയോസും പല തരത്തിൽ ഇങ്ങനെ വൈറലായിട്ട് വരികയാണ്. എന്നെ ഏറ്റവും ഇൻസ്പയർ ചെയ്തതും അല്ലെങ്കിൽ തന്നെ നോക്കുമ്പോൾ ഒരു മലയാളികളുടെ ഭക്ഷണ ശീലത്തിൻ്റെ സലാഡിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ഭയങ്കരമായിട്ടത് ഇൻസ്റ്റഗ്രാമിലും മറ്റുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വരികയാണ്. അപ്പോൾ മലയാളികൾ സലാഡുകൾ കഴിക്കുന്നില്ല എന്നുള്ളൊരു വലിയൊരു വിമർശനം പണ്ട് തൊട്ടേ ഉണ്ട്. മലയാളികൾ പൊതുവേ മെയിനായിട്ട് ചോറും കറികൾ അല്ലെങ്കിൽ ബിരിയാണി, ഈവൻ ഒരു വലിയൊരു ബൊഫയിൽ പോയാൽ പോലും നിരവധി സലാഡുകളോ സൂപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും ഇൻട്രസ്റ്റ് അല്ലാണ്ട് ഫസ്റ്റ് ബിരിയാണി അല്ലെങ്കിൽ ചിക്കനൊക്കെ എടുത്ത് കഴിക്കുന്ന ഒരു ശീലമാണ്. അപ്പോൾ ആ സലാഡിൻ്റെ ആ ഒരു വീഡിയോ വരികയും ഒരുപാട് ആൾക്കാർ പുതിയ പുതിയ സലാഡുകളൊക്കെ ഉണ്ടാക്കി വീടുകളിൽ കഴിക്കുകയും കുട്ടികളെ കഴിപ്പിക്കാനൊക്കെയുള്ള ഒരു രീതിയിലേക്കൊക്കെ മാറി. അത് അറിഞ്ഞോ അറിയാതെയോ ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞതാണ് സന്തോഷേട്ടൻ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഒത്തിരി സ്ഥലങ്ങളിൽ പോയ ഒരു സംഭവം, ഈ ഒരു മലയാളികളുടെ ഭക്ഷണ രീതിയിൽ സാലഡുകളുടെ ഒരു ആവശ്യകതയെക്കുറിച്ച് എന്താണെന്ന് പറയാനുള്ളത്? സലാഡിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇപ്പോൾ ഞാനിരിക്കുന്ന ഈ കസേര നല്ല ചൂടുണ്ട്. സുനിത വില്യംസ് ഇരുന്ന കസേരയിലാണ്. ഭാഗ്യമുണ്ട് ഈ പരിപാടി തീരുന്നതിന് മുമ്പ് ഞാനും സ്പേസിലെത്തും. അപ്പോൾ നിങ്ങൾ സഹകരിച്ചാൽ മതി. പിന്നെ സലാഡിനെ കുറിച്ച് ചോദിച്ചാൽ ഞാനത് പറഞ്ഞത് നാട്ടുകാരെ ഉദ്ദേശിച്ചല്ല, ഞാൻ എൻ്റെ ഭാര്യയെ ഉദ്ദേശിച്ച് പറഞ്ഞതാണ്. വീട്ടിൽ സലാഡ് ഉണ്ടാക്കി തരും. അപ്പോൾ അതിനകത്ത് ഈ പറഞ്ഞ നല്ല സ്റ്റാർ ഹോട്ടലുകളിലെയോ അല്ലെങ്കിൽ ഷെഫിനെ പോലുള്ള ആളുകളൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സലാഡുമായിട്ട് വലിയ വ്യത്യാസം ഫീൽ ചെയ്യും. അപ്പോൾ ഞാനിത് ദിവസവും വീട്ടിൽ പറയുമ്പോൾ ചില പരിഷ്കാരങ്ങൾ കൊണ്ടുവരും, എങ്കിലും അങ്ങോട്ട് ശരിയാവുന്നില്ല. ഒടുവിൽ ഞാൻ തീരുമാനിച്ചു ഇത് നാട്ടുകാരുടെ മുമ്പിൽ കാര്യം അവതരിപ്പിക്കാം. അതിൽ മാറ്റമുണ്ടായി. ഏതായാലും ഇപ്പോൾ എനിക്ക് കിട്ടുന്നത് ലോക നിലവാരമുള്ള സലാഡാണ് വീട്ടിൽ. അപ്പോൾ ഈ സലാഡ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം, കേരളത്തിലെ റെസ്റ്റോറൻറ്റുകളിലൊക്കെ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ കുറച്ച് കുക്കുംബർ അരിഞ്ഞതുണ്ടാവും, പിന്നെ കുറച്ച് ക്യാരറ്റ്, അല്ലേ, 2 ഉള്ളി, സവാള അരിഞ്ഞത്, ഈ 3 സാധനങ്ങൾ. ഒരു കുറേ കാലഘട്ടം മലയാളികളൊരു ഹോട്ടലിൽ പോയാൽ ബീഫ് ഫ്രൈയുടെ മേലെ ഇടുന്ന ഉള്ളി മാത്രമായിരുന്നു ഒരു പച്ചക്കറി അല്ലെങ്കിൽ ഒരു പച്ചക്ക് കഴിക്കാനുള്ള ഒരു പച്ചക്കറിയായിട്ട് മലയാളികൾ കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി പിന്നീട് ഒരു കുക്കുംബറും ഇപ്പോൾ ഒക്കെ ലെറ്റ്യൂസൊക്കെ ആളുകൾക്ക് പരിചിതമായതുകൊണ്ട് കുറച്ച് ലെറ്റ്യൂസും കുക്കുംബറും ഒക്കെ കഴിക്കാൻ തുടങ്ങി. എന്നിരുന്നാൽ പോലും ഒരു നല്ലൊരു സലാഡ് കഴിച്ച് തുടങ്ങുക, അല്ലെങ്കിൽ ഒരു നമ്മൾ ചോറെല്ലാം കൂടെ കഴിക്കുന്നതിന് പകരമായിട്ട് ഒരു അല്പമെങ്കിലും വീട്ടിലൊരു സലാഡ് കഴിക്കുക. ഈവൻ ഞാനിപ്പോൾ സംസാരിക്കുകയായിരുന്നു, നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകത്തിന് സ്വന്തമായിട്ട് എത്രയോ തരം ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഇപ്പോൾ ക്യാരറ്റ് കൊസുംബരി, ക്യാരറ്റ് കൊത്തി എരിഞ്ഞ് തേനും തേങ്ങ കടുകൊക്കെ താളിച്ചിട്ടുള്ളതാണ്. അതുപോലെ തമിഴ്നാട്ടിൽ നോക്കിയാൽ നമുക്കറിയാം, സ്ട്രീറ്റ് ഫുഡിൽ അവരുടെ സാലഡുകളുടെ 100 കണക്കിന് വെറൈറ്റികളാണ്. തേങ്ങ മാങ്ങ സുണ്ടൽ എന്നൊക്കെ പറഞ്ഞ സ്ട്രീറ്റ് സാലഡ്സുകളുടെ ഒരു വേർഷൻ. അപ്പോൾ കേരളത്തിന് സ്വന്തമായിട്ടൊരു സലാഡ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് സ്വന്തമായിട്ടൊരു സാലഡുകളില്ല. എന്നാൽ എത്രമാത്രം പച്ചക്കറികൾ, എത്രമാത്രം നമ്മളുടെ റൂട്ട് വെജിറ്റബിൾസ്, എത്രമാത്രം ഇലക്കറികൾ, ഇതെല്ലാം വെച്ച് മൾട്ടിപ്പിൾ സലാഡുകൾ ഉണ്ടാക്കാം. എത്ര വ്യത്യസ്തമായ ഡ്രസ്സിങ്ങുകൾ നമുക്ക് ഉണ്ടാക്കാമെന്നുള്ളതാണ്. ഈ വിഷയത്തിൽ ഇന്ന് രാവിലെ ഇവിടെ ഇരിക്കുമ്പോൾ ഷെഫ് സുരേഷ് കുറച്ച് കൂടുതൽ സംസാരിക്കേണ്ടി വരും. ഈ വിഷയത്തിൽ ഞാനൊരു വിദഗ്ധനല്ല എന്നുള്ളത് കൊണ്ട് തന്നെ. അല്ല, ഇത് ഭക്ഷണമല്ല കേട്ടോ, യാത്രയും കാണാത്തല്ല. ഞാൻ ജസ്റ്റ് ഒരു ആദ്യം ഇൻട്രഡക്ഷനായിട്ട് ഒരു ഫുഡ് വെച്ച് തുടങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ എനിക്ക് ആ ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. ഈ അടുത്ത സമയത്ത് വളരെ പേഴ്സണലായിട്ട് ഞാൻ ഇദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹത്തിന് പങ്കെടുത്തു. ഈ അടുത്ത ഒരു 2 ആഴ്ച മുമ്പ് കോട്ടയത്ത് പാലയിൽ ഞാനിത് ആരോടും പറയാതെ ഇരുന്ന ഒരു കാര്യമാണ്. ഈ മനുഷ്യൻ അവിടെ വന്നൊരു സെൽഫി എടുത്ത് നാട്ടുകാരെ മുഴുവൻ അറിയിച്ചു. ഇപ്പോൾ എനിക്ക് നാട്ടിൽ പുറത്തിറങ്ങാൻ വയ്യാതായി. എന്തേ ഞങ്ങളെ കല്യാണത്തിന് ക്ഷണിക്കാത്തതെന്നൊക്കെ ചോദിച്ച്. അല്ല, അതിനകത്തൊരു രസകരമായൊരു കാര്യം, ഞാൻ ആ വിവാഹത്തിന് പങ്കെടുത്തു പാലയിൽ. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു സംഭവം, ഭയങ്കര ഒത്തിരി മീഡിയ, അറിയാലോ ഇദ്ദേഹം മീഡിയയിലൊക്കെ ഉള്ള ഒരുപാട് വിശിഷ്ട വ്യക്തികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഭക്ഷണം കഴിക്കാനായിട്ട് പോയപ്പോൾ ഞാൻ അതിൻ്റെ ഓരോ ആൾക്കാരും എന്നെ പരിചയമുള്ളൊരു ഷെഫേ, അതേ നിങ്ങളത് കഴിച്ചില്ലേ, അത് കഴിച്ചില്ല. നോക്കുമ്പോൾ ചക്കയാണ് ഒരു വിഭവം, പഴുത്ത ചക്ക.
അപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് തന്നെ ഞെട്ടി. ഒരു വലിയ ഒരു ആയിരക്കണക്കിന് പേര് വരുന്ന ഒരു കല്യാണത്തിൽ ഒരു ഡെസേർട്ടിനകത്ത് ഒത്തിരി വിഭവങ്ങളുണ്ട്. പാരഗണാണ് നമ്മുടെ അവിടുത്തെ കാറ്ററിംഗ് ഒക്കെ ചെയ്തത്. അപ്പോൾ ചക്കപ്പഴം പഴുത്ത് നല്ല നിറമുള്ള പച്ച ചക്കപ്പഴം ഇങ്ങനെ ഒരു ഡെസേർട്ടിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ചക്കയോടുള്ളൊരു ഇഷ്ടം കാരണം ഞാൻ എടുത്ത് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാ ആൾക്കാരും വന്ന് എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ചക്ക കഴിച്ചില്ലേ. ഞാൻ സ്റ്റാർട്ടറായിട്ട് കഴിച്ചതും മെയിൻ കോഴ്സായിട്ട് കഴിച്ചതും ഡെസേർട്ടായിട്ട് കഴിച്ചതും ചക്കപ്പഴമാണ്. അപ്പോൾ ഞാൻ പറയാൻ വന്ന കാരണം, നമ്മുടെ കേരളത്തിൻ്റെ ഔദ്യോഗിക ഭക്ഷ്യം അല്ലെങ്കിൽ ഔദ്യോഗിക ബലവൃക്ഷമായിട്ട് ചക്ക ഒരു 2018-17 ആണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ ഒരു മെനുവിനകത്ത് ചക്കപ്പഴം എങ്ങനെ നമ്മുടെ ഒരു ലോക്കൽ ഫ്രൂട്ട്, അതുപോലെ ഏറ്റവും മുന്തിയ പഞ്ചനക്ഷത്ര ഹോട്ടലിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഫ്രൂട്ട്സ് കിട്ടും. ഇവിടെയൊക്കെ നമ്മൾ പോകുമ്പോൾ ആപ്പിൾ അല്ലെങ്കിൽ പഴമൊക്കെ വെക്കുമ്പോൾ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള വലിയ റിസോർട്ടിലൊക്കെ പോകുമ്പോൾ എക്സോട്ടിക് ആയിട്ടുള്ള ജാക്ക് ഫ്രൂട്ട്, അതുപോലെ റംബൂട്ടാൻ, ലിച്ചി, ഇങ്ങനെയൊക്കെയുള്ള പഴങ്ങളൊക്കെ അതിൻ്റെ ഒരു എക്സ്പെൻസീവ് അല്ലെങ്കിൽ അവരുടെ അതിൻ്റെ ഒരു ഏറ്റവും സ്റ്റാൻഡേർഡ് ഹൈ സ്റ്റാൻഡേർഡ് കാണിക്കാൻ വേണ്ടിയാണ് ഈ പഴങ്ങളൊക്കെ വയ്ക്കുക. അപ്പോൾ ഈ കല്യാണത്തിന് വെച്ച് അതിനകത്ത് ചോദിച്ചപ്പോഴാണ് പിന്നീട് ഞാൻ അറിഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ ഫാദർ, ജോർജ് സാർ എന്ന് പറയുന്ന അദ്ദേഹത്തിന് സന്തോഷ് ജോർജ് കുളങ്ങരെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അദ്ദേഹം ഈ ചക്കയുടെ ഒരു സംഭവം തുടങ്ങുകയും ഇതിങ്ങനെ ഒരു കല്യാണത്തിൻ്റെ ഒരു വിഭവമാക്കി വരികയും എനിക്ക് ഭയങ്കരമായിട്ട് വരും. അതിനെക്കുറിച്ചൊരു ചോദ്യമാണ്, ഈ ചക്ക കേരളത്തിൻ്റെ ഈ ഒരു വിഭവം അല്ലെങ്കിൽ അത് അന്ന് ആ ഒരു മെനുവിനകത്ത് വന്നതിനേക്കാളുപരി അതിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി ലോകം മുഴുവൻ സഞ്ചരിച്ച അല്ലെങ്കിൽ ലോകത്തെ മുഴുവൻ പല കാര്യങ്ങളും കണ്ട സന്തോഷേട്ടൻ കേരളത്തിൽ ഇത്രമാത്രം സുലഭമായി ലഭിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു ഫ്രൂട്ട്, ഏറ്റവും കൂടുതൽ ഈൽഡ് കിട്ടുന്ന ഒരു ഫ്രൂട്ടായ ചക്കയുടെ എങ്ങനെ നമ്മൾ അതിൻ്റെ ഒരു ഭാവി അല്ലെങ്കിൽ അത് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണെന്നുള്ളത് സന്തോഷേട്ടൻ്റെ ആ യാത്രയിലൂടെ അതൊന്ന് പറയാൻ പറ്റും? ഇല്ല, ഓരോ നാട്ടിലെയും വിഭവങ്ങൾ തന്നെയാണ് നമ്മൾ ആ നാട്ടിൽ ചെല്ലുമ്പോൾ ആസ്വദിക്കുന്നത്. ഇപ്പോൾ കിഴക്കൻ ഏഷ്യയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ദൂര്യൻ എന്ന് പറയുന്ന ഒരു പഴമുണ്ട്. ഡൂലിയൻ ചക്ക പോലെ തന്നെ ഇരിക്കും, പക്ഷേ അതിൻ്റെ പ്രശ്നം മണം, ഭീകരമായ ഗന്ധമോ ദുർഗന്ധമാണ്. അപ്പോൾ അത് കഴിച്ചിട്ട് വഴിയിലേക്ക് ഇറങ്ങിയാൽ പിന്നെ ഒരു ദിവസത്തേക്ക് ഒരാൾ നമ്മുടെ അടുത്തേക്ക് വരാത്തത്ര ദുർഗന്ധം ഉണ്ടാകുന്നൊരു സംഭവമാണ്. ചിലർക്കത് ഇഷ്ടപ്പെട്ട മണമാണ്, സുഗന്ധമായിട്ട് ചിലർക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ലോക്കൽ ഫുഡ് എന്ന് പറയുന്നത് ആ നാട്ടിൽ കിട്ടുന്ന വിഭവങ്ങൾ കൊണ്ടൊക്കെ തന്നെ ഉണ്ടാക്കുന്നതാണ്. പക്ഷേ ഇന്ന് ലോകത്ത് എവിടെ ചെല്ലുമ്പോഴും നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നം, ലോക്കൽ ഫുഡ് വളരെ കുറച്ച് സ്ഥലങ്ങളിലേ ലഭ്യമാകുന്നുള്ളൂ. ടൂറിസം വളർന്നതോടുകൂടി ശരിക്കും സംഭവിക്കേണ്ടിയിരുന്നത് ലോക്കൽ ഫുഡ് കൂടുതൽ പ്രചാരം ആർജിക്കുക എന്നുള്ളതായിരുന്നെങ്കിൽ എല്ലായിടത്തും മറ്റു രാജ്യങ്ങളിലെയോ മറ്റ് സംസ്കാരങ്ങളിലെയോ ഭക്ഷണം വന്ന് കയറുന്ന കാഴ്ചകളാണ് പലപ്പോഴും നമ്മൾ കാണുന്നത്. പക്ഷേ കേരളത്തിൻ്റെ സാധ്യത എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഈ ചക്കപ്പഴമൊക്കെ, നിങ്ങൾ പലരും ഗൾഫ് നാടുകളിലൊക്കെ ജോലി ചെയ്തിട്ടുള്ള ആളുകളാണ്, അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ സഞ്ചരിക്കുകയോ അവിടെ താമസിക്കുകയോ ചെയ്തിട്ടുള്ള ആളുകളാണ്. അറിയാം, വിയറ്റ്നാമിൽ നിന്നും തായ്ലൻഡിൽ നിന്നും ഒക്കെ ഫിലിപ്പീൻസിൽ നിന്നും ഒക്കെ ചക്കപ്പഴം പ്രോസസ്സ് ചെയ്ത് ഫ്രഷ് ചക്കപ്പഴം നമുക്ക് അവിടെ കിട്ടുന്ന പോലെ പാക്കറ്റുകളിൽ ലഭ്യമാക്കുന്നു. പല പഴങ്ങളും ഇത്തരം മാർക്കറ്റിൽ ലഭ്യമാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നുന്നത് അടുത്ത കാലത്താണ് ഇത്തരം ഫ്രൂട്ട്സ് ചക്കപ്പഴമൊക്കെ പാക്കറ്റുകളിലായി പോലുള്ള ഹൈപ്പർ മാർക്കറ്റുകളിൽ ലഭ്യമായി തുടങ്ങിയത്. അപ്പോൾ ലോക്കൽ ഫുഡിനെ തീർച്ചയായിട്ടും വലിയ തോതിൽ ഈ നാട്ടുകാർക്ക് വേണ്ടി മാത്രമല്ല വിദേശികൾക്ക് വേണ്ടി കൂടി ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് അവതരിപ്പിക്കേണ്ടതാണെന്നാണ് എനിക്ക് പലപ്പോഴും മനസ്സിലായിട്ടുള്ള കാര്യം. തീർച്ചയായിട്ടും ഈ ഒരു കാര്യം നമുക്ക് നമ്മുടെ കൊച്ചു കേരളത്തിൽ എന്തൊക്കെ സാധ്യതകളുണ്ടെന്നുള്ളതിൻ്റെ ഈ അടുത്ത സമയത്ത് മറ്റ് പല വിദേശ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് അമേരിക്കയിൽ നിന്നൊക്കെ തമിഴ്നാട്ടിലും അല്ലെങ്കിൽ കേരളത്തിലും ചക്കയ്ക്ക് വേണ്ടിയിട്ട് വലിയ ഫാം, കാരണം ഇനി നെക്സ്റ്റ് ഒരു ജനറേഷനിൽ ഇത്രയും വലിയ അതൊരു ഫ്രൂട്ടും വെജിറ്റബിളുമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു സംഭവമാണ് നമുക്കറിയാം. ഒരു ചക്ക മിനിമം ഒരു 10-15 പേരെ ഫീഡ് ചെയ്യാൻ പറ്റുന്നൊരു വെജിറ്റബിളാണ്, അതുപോലെ ഫ്രൂട്ടായാലും. അപ്പോൾ അത് കേരളത്തിലെ ഇത്രയും സുലഭമായിട്ട് ഇനിയൊക്കെ ഉള്ള സ്ഥലങ്ങൾ എത്രയോ, എൻ്റെയൊക്കെ ഒരു അഭിപ്രായത്തിൽ നമുക്ക് ഇവിടെയൊക്കെ സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ എല്ലാം മാക്സിമം വലിയ ചക്ക അല്ലെങ്കിൽ പ്ലാവ് നട്ട് വളർത്തി വലിയ ഈവൻ ഓർഗാനിക്കായിട്ടുള്ള ചക്ക പ്ലാവായാലും അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് 2 വർഷം കൊണ്ടൊക്കെ കായ്ക്കുന്നതൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു വലിയ സാധ്യത മലയാളികളെന്ന നിലയിൽ കേരളത്തിൽ ഏറ്റവും സുലഭമായി ലഭിക്കുന്ന ഒരു ഫ്രൂട്ട് എന്ന നിലയിൽ അതിൻ്റെ സാധ്യതകൾ ഓരോരുത്തരും ഉപയോഗിക്കുക എന്നുള്ളതും കൂടെ ഒരു ആവശ്യമാണ്. ഞാൻ സുരേഷിനോട് അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കുക, അതായിരിക്കും കുറച്ചുകൂടെ ഉണ്ടാകാമെന്ന് തോന്നുന്നു. നിങ്ങൾ യാത്ര ചെയ്തതിൽ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ ഭക്ഷണം എന്താണ്? നിങ്ങളെ അത്ഭുതപ്പെടുത്തിയ ഒരു ഭക്ഷണം? എന്നെ അത്ഭുതപ്പെടുത്തിയ ഇപ്പം ഒരുപാട് ഞാൻ കുറേ രാജ്യങ്ങളിൽ ഇങ്ങനെ അദ്ദേഹം യാത്ര ചെയ്ത അത്ര സ്ഥലങ്ങളൊന്നും പോകാൻ പറ്റിയിട്ടില്ലെങ്കിൽ കുറേയൊക്കെ യൂറോപ്പിലൊക്കെ 10-15 വർഷം ജീവിച്ചിട്ട് ഒത്തിരി റെസ്റ്റോറൻറ്റ് വിഖ്യാതമായ ഷെഫുമാരുടെ കൂടെയൊക്കെ പണിയെടുക്കാനൊക്കെ പറ്റി.
എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയതും എന്നെ ഇപ്പം ഭയങ്കര അമേസിംഗ് ആയിട്ട് വന്ന ഒരു രുചിയേക്കാളുപരി അതിൻ്റെ ഒരു രീതിയൊക്കെ ആയിട്ട് വന്നത് ഈ ജപ്പാനിലെ ഭക്ഷണമാണ്. എനിക്കിപ്പോൾ കൂടുതൽ അതിൻ്റെ ഒരു കുറേ കൂടെ നമ്മൾ പഠിച്ചു നോക്കി ഇങ്ങനെയൊക്കെയാണ്, അതിന് ഇങ്ങനെയൊക്കെയുള്ള വശങ്ങളുണ്ട്. അതുപോലെ ആദ്യമൊക്കെ അത് കണ്ടപ്പോൾ എനിക്ക് കഴിക്കാൻ പറ്റാത്ത ഒരാളാണ് ഞാൻ. കൊല്ലത്ത് അഷ്ടമുടി കായലിൽ നിന്ന് ഒരുപാട് മത്സ്യം വേവിച്ച് നല്ലപോലെ പൊരിച്ചും മൊരിച്ചും ഒക്കെ കഴിച്ചിട്ട് പച്ച മത്സ്യം ആദ്യം കഴിക്കാൻ പറ്റാതെ ഒരു അറപ്പോടിരുന്ന ഒരാളാണ്. പക്ഷേ അതിൻ്റെ കുക്കിംഗ് മെത്തേഡുകളായാലും അതിൻ്റെ രീതികളായാലും അത് ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് ഒരു ഫീൽ പിന്നീട് ഒരു മണിക്കൂറോ അല്ലെങ്കിൽ ഒരു 4-5 മണിക്കൂർ കഴിഞ്ഞാൽ പോലും അതിൻ്റെ ഒരു വലിയൊരു പ്രശ്നങ്ങളില്ലാതെ തോന്നുന്ന രീതിയിൽ എന്നെ ഇപ്പോൾ കൂടുതൽ അമേസ് ചെയ്തേക്കുന്ന ജപ്പാനീസ് ഭക്ഷണം തന്നെയാണ്. അവരുടെ ഒരു ശൈലി അത് എത്രയോ അതിൻ്റെ ഒരു നൈഫിന് പോലും പ്രത്യേകതയാണ്. ആ ഒരു ഫിഷ് നിങ്ങളെ കേട്ടിട്ടുണ്ടാവും, സുഷി. ഇപ്പം ഇവിടെ എല്ലാം ഇന്ത്യയിൽ കേരളത്തിൽ തന്നെ വ്യത്യസ്തമായ ജപ്പാനിലെ ഭക്ഷണങ്ങളെല്ലാം എത്തിക്കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഓരോ നൈഫ്, ഇപ്പോൾ അവിടെ ഒരു റെസ്റ്റോറൻറ്റ് നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് പോകണം ജീവിതത്തിൽ, എനിക്ക് പോലും പോകാൻ പറ്റാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. 7 സീറ്റുള്ള ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് ജപ്പാനിൽ. അവിടെ ജസ്റ്റ് 7 സീറ്റിൽ ഒരു ഷെഫിൻ്റെ ഒരു സൂഷി റെസ്റ്റോറൻ്റാണ്. മോസ്റ്റ് എക്സ്പെൻസീവ്. അവിടെ ഒരു വർഷമൊക്കെ കഴിയുമ്പോഴാണ് ടേബിൾ ഇട്ടുക. അപ്പോൾ അദ്ദേഹം ഉള്ളെങ്കിൽ മാത്രമാണ് ആ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആവുക. അപ്പോൾ അതുപോലെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണ രീതി. നമ്മുടെ ലാലേട്ടൻ മോഹൻലാൽ ജപ്പാനീസ് ഭക്ഷണത്തിൻ്റെ ഭയങ്കര ഒരു പ്രിയനാണ്. എല്ലാ വർഷവും അദ്ദേഹം ഹോളിഡേ ഉണ്ടെങ്കിൽ മറ്റ് രാജ്യങ്ങളൊക്കെ പോകാണ്ട് ജപ്പാനിലേക്ക് പോകുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഇതേപോലെ തിരിച്ചൊരു ചോദ്യം ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോയിൽ കണ്ടാണ്, പോയി കഴിച്ചതിലെ ഏറ്റവും വലിയൊരു ഇൻ്റർവ്യൂവിൽ എത്യോപ്യയിലെ ഫുഡാണെന്ന് പറയുന്നത് കേട്ടു. അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, സന്തോഷേട്ടനും ഇങ്ങനെ ഓരോ യാത്രകളിലൊക്കെ പോകുമ്പം അവിടെ കാഴ്ച എന്ന് പറയുന്ന ഒരു കാര്യം കാണിക്കാൻ വേണ്ടിയിട്ടാണ് പോയി തുടങ്ങിയത്. അത് മാത്രമാവില്ലല്ലോ ഒരു യാത്രയിലുണ്ടാവുക. ആളുകൾ, എത്രയോ തരം ആളുകളെ വ്യത്യസ്തമായിട്ട് കണ്ടാവും. അതിനകത്ത് എന്തെല്ലാം തരം നോളജ് ഉണ്ടാവും, എന്തെല്ലാം കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരു യാത്രയിൽ പോകുമ്പം ഒരു കാഴ്ചയിലാണോ ആദ്യം, അതല്ലെങ്കിൽ അവിടുത്തെ ഒരു ജനങ്ങളിലാണോ, അല്ലെങ്കിൽ അവിടുത്തെ ഒരു ഭക്ഷണത്തിൽ കൂടെ നമുക്കൊരു കൾച്ചർ മനസ്സിലാവുമോ എന്നൊരു ചോദ്യം കൂടെ എനിക്കുണ്ട്. എൻ്റെ യാത്രകളിൽ ഭക്ഷണം ഏറ്റവും അവസാനത്തെ ഒരു ഫുഡി അല്ലാത്ത ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം ഈ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് തന്നെ ശരിയായിട്ടില്ല എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം നിങ്ങൾ സഞ്ചാരം കണ്ടിട്ടുള്ളവർക്കറിയാം, ഒരു തരത്തിലും ഭക്ഷണത്തിന് എൻ്റെ ആദ്യകാല യാത്രകളിൽ പ്രത്യേകിച്ച് അതിൻ്റെ കാരണം ഞാൻ ഭക്ഷണം കഴിക്കാറില്ലായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഞാൻ വിദേശ യാത്രകളിൽ പലപ്പോഴും സഞ്ചാരത്തിന് ഷൂട്ടിന് വേണ്ടി പോകുമ്പോൾ ഈ ചെലവ് ചുരുങ്ങിയ യാത്രകളാണ്. ചെലവ് ചുരുങ്ങിയ യാത്രകളിൽ യൂറോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു നേരം മര്യാദയ്ക്ക് ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഭക്ഷണം കഴിക്കണമെങ്കിൽ ഒരു 20 യൂറോയൊക്കെ ചിലവ് വരും. നല്ല റെസ്റ്റോറൻറ്റിൽ കയറി ഭക്ഷണം കഴിക്കണമെങ്കിൽ 20 യൂറോ എന്ന് പറഞ്ഞാൽ 2000-2500 രൂപയായി. പിന്നെ ടിപ്പും കൊടുക്കണം. അപ്പോൾ ഇതിന് കുറച്ച് സമയവും സ്പെൻഡ് ചെയ്യണം നമ്മൾ. അവിടെ ചെന്ന് പെട്ടെന്ന് ഭക്ഷണം തരുമെന്നൊന്നും പറഞ്ഞാൽ അങ്ങനെയല്ല അവിടെ റെസ്റ്റോറൻറ്റുകളിലെ രീതി. പോവുക, ഇരിക്കുക. പലരും ഈ റെസ്റ്റോറൻറ്റുകളിൽ പോകുന്നത് 2 കാര്യങ്ങൾക്കായിരിക്കും. ഒന്നെങ്കിൽ കാമുകിയുമായിട്ട് കുറച്ച് നേരം സംസാരിച്ചിരിക്കാൻ, അല്ലെങ്കിൽ ഭാര്യയുമായിട്ട് ഡൈവോഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ. ഇങ്ങനെ 2 കാര്യം. ഈ രണ്ടിനും കുറേയേറെ സമയം വേണം. നമ്മൾ തനിച്ചാ ചെല്ലുന്നേ, ആരെയും ഡൈവോഴ്സ് ചെയ്യാനുമില്ല, ആരെയും പ്രണയിക്കാനുമില്ല. അപ്പോൾ ഉള്ള നേരത്തെ ഭക്ഷണം കഴിച്ചിട്ട് ചാടി ഇറങ്ങി പോവുക, അല്ലെങ്കിൽ അന്നത്തെ ദിവസം ഷൂട്ട് ചെയ്ത് തീർക്കാനുള്ളത് തീർക്കുക. ഇതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണം കഴിക്കേണ്ട എന്നുള്ളത് ആദ്യം മുതൽ നമുക്ക് മനസ്സിലായൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് വഴിയോരങ്ങളിലെ ഫുഡാണ് പലപ്പോഴും കഴിക്കുക. ഈ വഴിയോരങ്ങളിൽ കിട്ടുന്നത് യൂറോപ്പിലും അമേരിക്കയിലും അല്ലെങ്കിൽ ഏത് നാട്ടിലും മിക്കവാറും ഏറ്റവും എളുപ്പത്തിൽ കിട്ടുന്നത് ഹോട്ട് ഡോഗ് അല്ലെങ്കിൽ ബർഗറൊക്കെ പോലുള്ള സാധനങ്ങളാണ്. ഈ ഹോട്ട് ഡോഗിന് ഈ മറ്റേ ലഞ്ചിനോ ഡിന്നറിനോ 20-25 യൂറോയൊക്കെ വരുമ്പോൾ ഇത് ചിലപ്പോൾ ഒരു $3 $4 കാര്യം നടക്കും. നല്ല ഹെവിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം, ഇവനിത് ഇങ്ങനെ ഒരു റാപ്പ് ചെയ്ത് ഇങ്ങനെ തരും. ഈ റാപ്പ് ചെയ്ത് കയ്യിൽ കിട്ടിയാൽ ഒരു 2 കടി കടിച്ച് ബാക്കി നമ്മൾ ബാഗിനകത്ത് വെക്കും, നടക്കും. അരമണിക്കൂർ കഴിഞ്ഞെടുത്ത് വീണ്ടും 2 കടി. ഇങ്ങനെ അന്നത്തെ ഒരു ദിവസം മിക്കവാറും ഈ ഹോട്ട് ഡോഗ് കൊണ്ട് പോകും. ഇങ്ങനെ ഒരു ദാരിദ്ര്യത്തിലാണ് ഈ ജീവിക്കുന്നത് എന്ന് കാണിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ദൃശ്യങ്ങൾ ഇത് ഷൂട്ട് ചെയ്യാതെ പോയതാണ്. നമ്മൾ ലാവിഷായിട്ടാണ് സഞ്ചരിക്കുന്നത് നാട്ടുകാർ വിചാരിച്ചോട്ടെ. അത് പിന്നെ ഒരു ശീലമായി, നമുക്ക് സമയം കളയാനില്ലാതായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുഡിൽ ഞാൻ തീരെ ഫോക്കസ് ചെയ്തിരുന്നില്ല. പക്ഷേ ഇപ്പോൾ കുറച്ച് ആളുകൾ, പ്രേക്ഷകർ പറയുന്നുണ്ട് അവിടുത്തെ ഫുഡ് എങ്ങനെയാണെന്ന് അറിയണമെന്ന്. അപ്പോൾ ഞാൻ പല രാജ്യങ്ങളിലും ചെല്ലുമ്പോൾ സമയവും സൗകര്യവും കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ കിച്ചണിലേക്കൊക്കെ, ഇപ്പോൾ അർമേനിയയിലൊക്കെ പോയപ്പോൾ ഖോരൻ എന്ന് പറയുന്ന ഒരു ഷെഫിനെ ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഭീകരമായി മഞ്ഞ് പെയ്യുന്ന ഒരു ദിവസമാണ്. അപ്പോൾ അർമേനിയയുടെ ഉൾനാടുകൾ, ഒരു വനപ്രദേശത്തൂടെയാണ് യാത്ര ചെയ്യുന്നത്. അപ്പം നല്ല മഞ്ഞ് വീഴ്ചയാണ്. വഴിയിലൊക്കെ ഒരു 1 അടി കനത്തിൽ മഞ്ഞ് വീണു. നമുക്ക് റോഡിൻ്റെ ആ ടാർ ചെയ്ത ആ കറുത്ത ഭാഗം ഒഴികെ ബാക്കിയെല്ലാം വെള്ള നിറത്തിൽ മനോഹരമായൊരു യാത്രയാണ്.
പക്ഷേ പുറത്തിറങ്ങി ഷൂട്ട് ചെയ്യാൻ നിർവാഹമില്ല. അപ്പോൾ എന്ത് ചെയ്യാമെന്ന് ചിന്തിച്ചപ്പോൾ അവിടെ ഒരു ലോക്കൽ ഗൈഡ് പറഞ്ഞു, നമുക്കിവിടെ ഭക്ഷണം കഴിക്കാം. ഞാൻ പറഞ്ഞു ഭക്ഷണം കഴിക്കുകയല്ല, ഇവിടുത്തെ തനത് ഭക്ഷണം കിട്ടുന്ന അർമേനിയൻ ഒറിജിനൽ ഫുഡ് കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ പോകണം, അധികം ആളില്ലാത്തടത്ത് നിന്ന് എന്നെ കൊണ്ടുപോകണം, അവിടുത്തെ കിച്ചണിൽ എനിക്ക് പോകാൻ പറ്റണം, അവിടുത്തെ ഷെഫുമായിട്ട് വർത്തമാനം പറയാൻ പറ്റണം. അങ്ങേർക്ക് ഇംഗ്ലീഷ് അറിയാമെങ്കിൽ നല്ലത്, ഇല്ലെങ്കിലും കുഴപ്പമില്ല. അങ്ങനെ അയാൾ ആരെയൊക്കെയോ ഫോൺ ചെയ്തിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ ചെല്ലുന്നു. ഭാഗ്യത്തിന് അവിടെ ആരുമില്ല, ഞങ്ങളുണ്ട്. അപ്പോൾ ഇദ്ദേഹം ഈ ഷെഫ് വർത്തമാനം പറയാൻ മിടുക്കനാണ്, നല്ല സംസാരപ്രിയനാണ്. ഈ ഷെഫിനെ പോലെയല്ല, ലോകത്തെ മിക്കവാറും ഷെഫുമാരൊക്കെ നല്ല തടിയന്മാരായിരിക്കും. ഇദ്ദേഹം എത്ര കഴിച്ചാലും ഇത് ശരീരത്തിൽ കാണിയല്ല, കഴിക്കാത്ത കൊണ്ടല്ല, ഞാൻ കണ്ടിട്ടുണ്ട്. ബാക്കിയുള്ളവർ കഴിച്ചില്ലെങ്കിൽ ശരീരത്തിൽ കാണുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എനിക്കറിയില്ല. അപ്പോൾ ഇദ്ദേഹം നല്ല തടിയുള്ള നല്ല മിടുമിടുക്കനായ, ഈ തടി എന്ന് പറഞ്ഞാൽ ബോഡി ഷേമിംഗ് ആണെന്ന് പറയരുത്, തടിയെ ഞാൻ വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടെ അവതരിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കാരണം അങ്ങേരെ ആ തടിയില്ലെങ്കിൽ അയാൾ ഷെഫാന്ന് പറയില്ല, നമ്മുടെ സുരേഷ് പിള്ളയാണെന്ന് തോന്നും. അങ്ങനെ ഇരിക്കും. സുരേഷ് പിള്ള പാചകത്തെക്കാൾ കൂടുതൽ വാചകം നടത്തുന്ന ഒരാളാണല്ലോ. അപ്പോൾ അദ്ദേഹം പാചകം മാത്രം തൊഴിലാക്കിയ ഒരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഓരോരോ ഇനങ്ങളെടുത്ത് അതിഗംഭീരമായി പ്രസൻറ്റേഷൻ, അതിനകത്ത് ഓരോ ചെറിയ ചെറിയ എലമെൻറ്റ്സ് ഇടുന്നത്. അപ്പോഴാണ് എനിക്കിതിൻ്റെ ഒരു രസം മനസ്സിലായത്. ചെറിയ 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 സാധനങ്ങൾ ഇടുന്നത് പോലും, ഇപ്പോൾ അവിടുത്തെ ഒരു ലോക്കൽ ഫുഡ് ഉണ്ടാക്കുക, തൈര് കൊണ്ടാണ് അത് ഉണ്ടാക്കുന്നത്. അതിങ്ങനെ ഉണ്ടാക്കി വരുമ്പോഴത്തേക്ക് അതിനകത്ത് ഈ റോസ്മേരി എന്ന് പറഞ്ഞ സാധനം കുറച്ചിടുന്നു. പിന്നെ കുറച്ച് ഉള്ളി എടുത്തിട്ട് അതിനെ ഒന്ന് എന്തൊക്കെയോ ചെയ്ത് ഒന്ന് മൂപ്പിച്ച് അത് 2 കഷ്ണം അവിടെ ഇവിടെയൊക്കെ ഇടുന്നു. എത്ര ശ്രദ്ധാപൂർവം ഒരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ഒരു സർജൻ ഓപ്പറേഷൻ തിയേറ്ററിൽ പെരുമാറുന്ന പോലെ വളരെ കെയർഫുള്ളായിട്ട് ചെയ്യുന്നത്. അതെല്ലാം ഞാൻ ഷൂട്ട് ചെയ്തു. അത് കഴിഞ്ഞ് അത് നമുക്ക് കൊണ്ടുവന്ന് വിളമ്പുന്നു. ആ വിളമ്പുന്ന രീതി ഷെഫ് തന്നെ വിളമ്പുകയാണ്. അത് വേറൊരാൾ വിളമ്പുന്ന പോലെയല്ല ഷെഫ് വിളമ്പുന്നത്. ഷെഫ് വിളമ്പുന്ന ഒരല്പം ആദ്യം ഒരു സ്പൂൺ കൊണ്ട് വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, അതിനെ ഈ ബ്രെഡിൻ്റെ ഈ പീസ് എടുത്ത് ഇങ്ങനെ തൊട്ടിട്ട് ഇങ്ങനെ ചെയ്യണം. ശരി, അങ്ങനെ ചെയ്തു. അങ്ങനെ അല്ലാതെ ചെയ്താൽ അതിന് രുചിയില്ല. അപ്പോൾ ഇങ്ങനെ ചില അനുഭവങ്ങൾ ഞാൻ സഞ്ചാരത്തിലൂടെ ഫുഡിൻ്റെ കാണിക്കാറുണ്ട്. പക്ഷേ എനിക്കെപ്പോഴും ഇഷ്ടം ഈ സ്ട്രീറ്റ് ഫുഡാണ്. സ്ട്രീറ്റ് ഫുഡിലേക്ക് പോയി കഴിയുമ്പോൾ കുറച്ചുകൂടെ ജീവനുണ്ട്, മനുഷ്യരുണ്ട്. അവിടുത്തെ കുറച്ച് വൃത്തികേടുകളൊക്കെ പരിസരത്തൊക്കെ കാണും. പക്ഷേ സാധാരണ മനുഷ്യർ ഭക്ഷണം കഴിക്കുന്ന രീതി, ആ ഒരു സാധാരണക്കാർ ഭക്ഷണം പാചകം ചെയ്യുന്ന രീതി, ഇതൊക്കെ തെരുവിൻ്റെ ഓരത്ത് നിന്ന് നമുക്ക് കാണാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു ഗംഭീര അനുഭവമാണ്. കോഴിക്കോടും സ്ട്രീറ്റ് ഫുഡ് വന്നു കഴിഞ്ഞു. കാലമായിട്ട് നമ്മൾ പറയുന്നു. ഞാൻ ഇന്ന് രാവിലെ ഈ സെഷന് തൊട്ട് മുമ്പ് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ശ്രീധരേട്ടൻ്റെ കടയിൽ പോയി ഒരു പുട്ടും ഉപ്മാവും, അതുപോലെ ഒരു അയലക്കറി, ഒരു ഐക്കൂറക്കറി, ഒരു കല്ലുമ്മേക്കായി, ഒരു മട്ടൺ സ്റ്റൂ കൂടെ കഴിച്ചിട്ടാണ് വന്നത് ഈ ഒരു സെഷൻ. എന്നിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഏറ്റവും വലിയൊരു രസം എനിക്ക് പറയാനുള്ളത്, ഈ കോഴിക്കോടിൻ്റെ ഒരു ബ്രാൻഡ് അംബാസഡറായിട്ട് വേണമെങ്കിൽ നമുക്ക് സന്തോഷേട്ടനെ ഒരു വലിയ കയ്യടി നിങ്ങൾ കൊടുക്കണം. കാരണം ഈ അടുത്ത പല സെഷനുകളിലും പോയിട്ട് പല ഇതേപോലുള്ള ഒരുപാട് ഫെസ്റ്റിവൽ കേരളത്തിലൊക്കെ നടക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. അവിടെയൊക്കെ ഇദ്ദേഹം ഒരു സ്ഥിരം ആളാണെന്ന് അറിയാമല്ലോ. അപ്പോൾ അവിടെ എല്ലാം പോയി കഴിഞ്ഞാലും കോഴിക്കോടിനെ കുറിച്ച് അദ്ദേഹം നേരിട്ട് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതേ ഈ അടുത്ത സമയത്ത് കോഴിക്കോടിൻ്റെ ഒരു ഏറ്റവും കേരളത്തിൽ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു കൾച്ചറിനെ കുറിച്ചും ഇവിടുത്തെ ഭക്ഷണത്തെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും എല്ലാം പറഞ്ഞ ഒരു കാര്യം, അത് ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് മൊത്തത്തിൽ ഒരു പ്രൗഡാണ്. ഓരോ ബാക്കിയുള്ള ജില്ലക്കാർക്ക് ഇത്തിരി അസൂയയും കുശുമ്പൊക്കെ ഉണ്ടെങ്കിലും നമ്മളൊരു കേരളത്തിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ, അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു പോയിന്റ്, അവിടെ എന്ത് പറഞ്ഞാലും കോഴിക്കോടുള്ള മനുഷ്യർ അക്സെപ്റ്റ് ചെയ്യും, അംഗീകരിക്കും, ആ ഒരു മൊമെൻറ്റിൽ കൈയടിക്കും എന്നൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ ഒരു വലിയൊരു കൈയടി കൊടുത്തുകൊണ്ട് സന്തോഷേട്ടൻ കേരളത്തിൻ്റെ നമ്മുടെ കേരളത്തിനെ ഇത്രമാത്രം വെളിയിലോട്ട് പോകുന്നതും ഒക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഈ കോഴിക്കോടിൻ്റെ ഒരു ബ്രാൻഡ് അംബാസഡറായിട്ട് ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ കോഴിക്കോടിനെ കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞത് എറണാകുളത്ത് വെച്ചാണ്. അതെ, ആലോചിച്ച് നോക്കിയ അപകടം. ഇപ്പം ഞാൻ എറണാകുളത്തൂടെ വളരെ സൂക്ഷിച്ചാണ് സഞ്ചരിക്കുന്നത്. പക്ഷെ അത് അവരും സ്വീകരിച്ചു. എറണാകുളംകാരും കയ്യടിയോടുകൂടി അത് സ്വീകരിച്ചത്. പിന്നീട് അങ്ങോട്ട് ഞാനിത് പറഞ്ഞതിന് ശേഷം എന്ത് പറഞ്ഞാലും അവർ കൈയടിക്കാൻ തുടങ്ങി. പിന്നെ ആ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ തീരുവോളം അങ്ങനെയായിരുന്നു എന്നാണ് ഞാൻ കേട്ടത്. അപ്പോൾ നിങ്ങൾ വലിയൊരു മാതൃകയായിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ബ്രാൻഡ് അംബാസഡറായിട്ട് ഞാൻ ജോലി ചെയ്യുന്നതിൽ ഞാൻ തിരിച്ചിറങ്ങി വരുമ്പോൾ ചില പാരിതോഷികങ്ങൾ തന്നും ഒക്കെ പ്രോത്സാഹിപ്പിക്കുമെന്ന് ഞാൻ കരുതുകയാണ്.
അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇദ്ദേഹത്തിനോട് നേരിട്ട് ചോദിക്കാൻ പറ്റിയൊരു കാര്യം, ഞങ്ങൾ നിങ്ങൾക്ക് എല്ലാവരും സന്തോഷ് ജോർജ് കുളങ്ങര എന്ന് പറഞ്ഞ ഒരുപാട് സഞ്ചരിക്കുന്ന ആളെന്നൊക്കെ അറിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ പരിചിതം സഞ്ചാരം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിലാണ്. അപ്പോൾ ഇതിനകത്ത് ഇദ്ദേഹത്തിൻ്റെ കൂടെ നേരിട്ടിരുന്ന് ചരിത്രം എന്നിലൂടെയിൽ പങ്കെടുക്കാൻ പറ്റിയ ഒരാളാണ്. അപ്പോൾ ഒത്തിരി കാലമായിട്ട് എന്നെ വിളിച്ചിട്ട് ഒരു ദിവസം അദ്ദേഹം പ്ലാനിംഗ് കമ്മീഷൻ്റെ ഒരു മീറ്റിംഗ് നെക്സ്റ്റ് ഡേ പോകണം, ഞാൻ ദുബായിൽ നിന്ന് ഇവിടെ കോഴിക്കോട് വന്ന് കൊച്ചിയിൽ നിന്ന് ഒരു 2 മണിക്കൂർ കൊണ്ട് വരികയാണ്. എന്താ സംഭവം എന്നോ ഞാൻ അതിനെക്കുറിച്ച് എങ്ങനെ ചെയ്യണമെന്ന് അറിയില്ല. അവിടെ പോകുന്നു, മരിങ്ങാട്ടുപള്ളിയിൽ അദ്ദേഹത്തിൻ്റെ ലേബർ ഇന്ത്യയുടെ ഓഫീസിൻ്റെ അടുത്ത് വെച്ചിട്ടാണ്. അപ്പം ഇത് എത്രയോ പ്രോഗ്രാം നമ്മൾ കണ്ടിട്ട് ഇത് എങ്ങനെയാണ് ഷൂട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ്, കാരണം ഒരാൾ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുകയാണ്, അതിനുമുമ്പുള്ള നമുക്കൊരു പരിചയമില്ല. ഇതെങ്ങനെ, അല്ലെങ്കിൽ ഒരാൾ അങ്ങോട്ട് ചോദിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഉത്തരങ്ങൾ പറയാൻ പറ്റും, ഏതൊക്കെ ചോദ്യം, ഇത് തന്നെ ഇരുന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ അവിടെ ചെല്ലുന്നു, ആകെ 3 മണിക്കൂർ സമയമാണ്. അദ്ദേഹത്തിന് ട്രിവാൻഡ്രത്ത് പോകണം, എനിക്കും പോകണം. അവിടെ പോയിരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ കുറച്ച് അസിസ്റ്റൻസ് ഒക്കെ വന്ന് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഒരു ഇരുട്ടുമുറിയിൽ ഇദ്ദേഹം വന്ന് ക്യാമറയുടെ പിറകിലിരിക്കുന്നു. നമ്മുടെ രഹസ്യമല്ല ഇവിടെ അപ്പോൾ ഞാൻ അവിടെ പോയി ഇരുന്നപ്പോൾ എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. ഞാൻ ആ മാസ്റ്റർ ഷെഫിൽ പങ്കെടുത്ത് ആദ്യം ഇത്രയും ജഡ്ജസും അവരുടെ ക്യാമറയുടെ മുമ്പിൽ ഒരു ഭയങ്കര അമ്പരപ്പോടെ ഇരുന്ന അതേ അവസ്ഥ. അപ്പം ഒരു ചോദ്യമില്ല, ഉത്തരവില്ല. എൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങളങ്ങ് സംസാരിച്ച് തുടങ്ങിക്കോളൂ. അങ്ങനെ ഒരു 12 എപ്പിസോഡാണ് അത്. 7 എപ്പിസോഡ് ഒറ്റ ഇടിക്കുന്ന വർത്താനം പറഞ്ഞു. അത് കഴിഞ്ഞ് പുള്ളി പറഞ്ഞു ഒരു ചായ കുടിച്ചിട്ട് വേറൊരു ഷർട്ട് ഇട്ടിട്ട് നിങ്ങൾ അടുത്ത ഒരു 6 എപ്പിസോഡൂടെ ചെയ്യാം. അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇത് എത്രയോ വളരെ മികച്ചമായ അല്ലെങ്കിൽ എത്രയോ ഡോക്യുമെൻ്റായിട്ട് വെക്കേണ്ട എത്രയോ ജീവിതാനുഭവങ്ങൾ മലയാളം, ഇപ്പോൾ ജോൺ പോൾ സാറായാലും നമുക്കറിയാം, ഒത്തിരി ആൾക്കാർ വളരെ ഗ്രേറ്റസ്റ്റ് ആയിട്ട് കേരളത്തിലെ കഥകൾ പറഞ്ഞ് അത് 30-40 എപ്പിസോഡൊക്കെയുള്ള വലിയ എല്ലാവരും എൻ്റെ ആളാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിറകിൽ ഇദ്ദേഹം ഇരുന്ന് അതിൻ്റെ ആ തുടങ്ങുന്ന ആളുടെ തൊട്ട് പിറകിൽ ഒരു പ്രകാശം പോലും ഇല്ലാതെ ക്യാമറയുടെ പിറകിലിരുന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് എങ്ങനെയാണ് ഈ ആളുകൾ ഇത്രയും എൻ്റെ അടുത്ത് ഒറ്റ ചോദ്യം പോലും ചോദിച്ചില്ല. തുടങ്ങി വന്നിരുന്നു, അവസാനം ഒരു ചായ കുടിച്ചു, പിരിഞ്ഞെന്നല്ലാതെ ആ 12 എപ്പിസോഡിനുള്ളിൽ എൻ്റെ പിറകിലിരുന്ന് അദ്ദേഹം എൻ്റെ മുമ്പിലിരുന്ന് കേട്ടുക മാത്രമാണ് ചെയ്തത്. അപ്പോൾ ആ ഒരു സഞ്ചാരം ഞാൻ കുറേ വീഡിയോസും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്ത കുറേ ആൾക്കാർ എന്നെ അറിയുമായിരുന്നു. പക്ഷേ ഈ ചരിത്രം എന്നിലൂടെ വന്നു കഴിഞ്ഞ ശേഷം ഞാൻ കണ്ട അല്ലെങ്കിൽ ഞാൻ പോയെടുത്ത് പലതരം ഒരു പ്രത്യേകതരം ഓഡിയൻസ്, ഒരിക്കൽ പോലും നമ്മളെ കാണാത്ത അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഒന്നും ഉപയോഗിക്കാത്ത TV മാത്രം കാണുന്ന അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള പ്രോഗ്രാം മാത്രം കാണുന്ന വലിയൊരു വിഭാഗം ആളുകൾ കേരളത്തിലും ഇന്ത്യയിലും അല്ലെങ്കിൽ വിദേശ രാജ്യത്തും ഉണ്ടെന്നറിഞ്ഞത് ചരിത്രം എന്നിലൂടെ വന്നതിന് ശേഷമാണ്. കാരണം പോകുമ്പം അവർ വേറെ ഒരു കാര്യം എൻ്റെ അറിയില്ല, ഞാൻ ചരിത്രം എന്നിലൂടെയാണ് നിങ്ങളെ കണ്ടത്, നിങ്ങളുടെ കഥകൾ കേട്ടത്. അപ്പോൾ ഈ ഒരു അനുഭവത്തിൽ അതിനെക്കുറിച്ചുകൂടെ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടാവും എല്ലാവരും, പക്ഷേ ഏറ്റവും വലിയൊരു നല്ലൊരു ഓഡിയൻസിന് മുമ്പിൽ അത് പറയാം. ഇദ്ദേഹത്തിന് വർത്തമാനം പറയാൻ ചോദ്യമൊന്നും ചോദിക്കണ്ടല്ലോ, നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അവിടെ കൊണ്ടുപോയി ഇരുത്തി ഓൺ ചെയ്താൽ മതി. പക്ഷെ എല്ലാവരും അങ്ങനെയല്ല. ചിലരോട് ഓരോ ജീവിതാനുഭവത്തെക്കുറിച്ചും നമ്മൾ തന്നെ പഠിച്ച് ചോദിക്കേണ്ടി വരും. സംസാരിക്കുന്ന ജീവിതത്തെക്കുറിച്ച് ഒത്തിരി പറയാനുള്ള ഒത്തിരി അനുഭവങ്ങളിലൂടെ കടന്നു വന്ന ആളുകൾക്ക് അതിങ്ങനെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങ് തുടർന്നോളും. ഇരുട്ടുള്ള മുറിയിൽ സ്റ്റുഡിയോയിൽ ലൈറ്റൊക്കെ ഓഫ് ചെയ്തതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത്. എന്നാലും ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ മുഖം കാണില്ലായിരുന്നു. എൻ്റെ മുഖത്തിന് മുകളിൽ മാത്രം വെളിച്ചം ഇട്ടാൽ പുള്ളി ചാടിപ്പോയി കളയും എന്നുള്ളത് കൊണ്ട് തന്നെ ലൈറ്റ് ഓഫ് ചെയ്ത് തന്നെയാണ് പരമാവധി സമയം ഷൂട്ട് ചെയ്തത്. പക്ഷേ ഈ ചരിത്രമെന്നിലൂടെ പ്രേക്ഷകരോട് നേരിട്ട് സംസാരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, നിങ്ങളോട് ഞാൻ നേരിട്ട് സംസാരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നണമെങ്കിൽ ഞാൻ ക്യാമറയുടെ ലെൻസിലേക്ക് നോക്കി സംസാരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ വേറൊരാൾ കൂടെ ഇല്ലാതെ ക്യാമറയുടെ ലെൻസിലേക്ക് നോക്കി സംസാരിക്കുന്ന മട്ടിൽ തുടർച്ചയായിട്ട് ചെയ്യുന്നത്. അത് അതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല. അത് ഇദ്ദേഹത്തിൻ്റെ ജീവിത കഥയാവട്ടെ, അവിടെ വന്ന നിരവധി ആളുകളുടെ ആവട്ടെ, ഇപ്പോൾ ആളുകൾ കാണുന്ന നമ്മുടെ മണികണ്ഠൻ്റെ ജീവിത കഥയാവട്ടെ, അതിനു മുമ്പ് പോലീസുകാർ അവരുടെ ജീവിതാനുഭവങ്ങൾ പറഞ്ഞ കഥകളാവട്ടെ, ഇതൊക്കെ ആളുകൾ കാണുന്നതാണ്. അപ്പോൾ അടുത്ത വിഷയത്തിലേക്ക് നമുക്ക് പോകാം, സഞ്ചാരത്തിലേക്ക്. ഇനി ഞാൻ കുറേ ആൾക്കാരുടെ അടുത്ത് ഇത് ഫേസ്ബുക്കിലൊക്കെ ഇട്ടായിരുന്നു, ഇങ്ങനെ KLF സന്തോഷേട്ടനുമായിട്ട് ഒരു സെഷൻ. അപ്പോൾ കുറേ പേരുടെ അടുത്ത് പറഞ്ഞൊരു ചോദ്യം, പലപ്പോഴും നമ്മുടെ ഒരു ഡെവലപ്മെൻറ്റ്സിനെ കുറിച്ച് അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഭാവിയെക്കുറിച്ചൊക്കെ പലതരം ആൾക്കാരും ഒക്കെ പറയുന്നതാണ്, ഇദ്ദേഹവും പലതും പറയുകയാണ്. ഒരു അടുത്ത 10 വർഷം, ഇപ്പോൾ 2026 ഒരു 2035 2040 കേരളം എങ്ങനെയായിരിക്കും? അത് സന്തോഷേട്ടൻ്റെ ആഗ്രഹം എങ്ങനെയാണ്? അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രഡിക്ഷൻ എങ്ങനെയാണ്? നമ്മുടെ ഒരു റിയാലിറ്റിയും എക്സ്പെക്റ്റേഷനും തമ്മിൽ എപ്പോഴും വ്യത്യാസം ഉണ്ടാവും. പല കാര്യങ്ങൾ പല സ്ഥലങ്ങളിൽ പോയി കണ്ട ഒരാളെന്ന നിലയിൽ ഇപ്പോഴത്തെ ഒരു കറണ്ട് സർക്കംസ്റ്റാൻസിൽ പല രീതിയിൽ ഇപ്പോൾ ഇവിടുത്തെ തൊഴിലവസരങ്ങളാവാം, അല്ലെങ്കിൽ ഇപ്പം ലോകം മുഴുവൻ ഇപ്പോൾ AI മുതൽ മറ്റ് പല സംഭവങ്ങൾ വന്നതുകൊണ്ടാവാം, അല്ലെങ്കിൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ രീതി കൊണ്ടാവാം, അല്ലെങ്കിൽ ഇവിടുത്തെ ജെൻസികളുടെ ബിഹേവിയർ പാറ്റേൺ കൊണ്ടുള്ള ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാവാം. ഒരു 10 വർഷം കൊണ്ട് കേരളം എങ്ങനെയായിരിക്കും മാറും എന്ന് സന്തോഷേട്ടൻ ചിന്തിക്കുന്നത്? എന്തായിരിക്കും
എന്തായിരിക്കണം, അല്ലെങ്കിൽ 10 വർഷം കൊണ്ട് സന്തോഷ് ജോർജ് കുളങ്ങര എന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത് എന്താണ്? ഇത് രണ്ടും ഒന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. ഇല്ല, കേരളം മാറിക്കൊണ്ടിരിക്കുക തന്നെയാണ്, സംശയമൊന്നുമില്ല. വളരെ വേഗം മാറുന്നുണ്ട്, അക്കാര്യത്തിൽ സംശയമില്ല. പക്ഷേ പലപ്പോഴും നമ്മൾ കുറച്ച് ലേറ്റാണ്, അതാണ് പ്രശ്നം. കുറച്ച് ലേറ്റാണ്. അതായത് ട്രാഫിക് പ്രശ്നങ്ങളെല്ലാം വന്ന് ഒരു ജംഗ്ഷനിൽ ആ ജംഗ്ഷൻ കടന്നു പോകാൻ അരമണിക്കൂർ കാത്തു കിടന്ന് നമ്മൾ അക്ഷമരായി സംവിധാനത്തെയും സർക്കാരിനെയും ഒക്കെ ചീത്ത വിളിക്കുന്ന ഒരു സ്റ്റേജ് എത്തിക്കഴിയുമ്പോൾ മാത്രമാണ് ആ ജംഗ്ഷൻ വിപുലീകരിക്കേണ്ടതാണ് നമ്മൾ ചിന്തിച്ചു തുടങ്ങുക. മറ്റ് നാടുകളിലെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വർഷം ഇത്ര കാറുകളാണ് ഇറങ്ങുന്നതെങ്കിൽ 10 വർഷം കഴിയുമ്പോൾ ഇത്ര കാറുകൾ ഉണ്ടാകുമെന്നും അത്ര കാറുകൾ ഈ ജംഗ്ഷനിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ഇത്ര സമയം ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുമെന്നും മുൻകൂട്ടി കണ്ട് അവർ നഗരത്തെ ആ രീതിയിൽ ആ ട്രാഫിക് ജംഗ്ഷനെ ഡിസൈൻ ചെയ്യുന്നു. ഇതാണ് നമ്മുടെ നാട്ടിലെയും വികസിതമായ നാടുകളിലെ നമ്മൾ വ്യത്യാസം. നമ്മളും അതിലേക്കൊക്കെ എത്തുന്നുണ്ട്. നമുക്ക് നമ്മുടെ ഭരണ സംവിധാനങ്ങൾ കൊണ്ട് അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം നടത്തേണ്ട മേഖലകളിലൊക്കെ കുറച്ച് ഡിലേയ്ഡാണ്. എന്നാൽ ടെക്നോളജിയുടെ കാര്യത്തിൽ നമ്മൾ ലോകത്തിനൊപ്പമാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ മൊബൈൽ ഫോണ് അല്ലെങ്കിൽ മറ്റ് ടെക്നോളജി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, IT മേഖല, ഹോസ്പിറ്റൽ, നമുക്ക് ചികിത്സ കിട്ടുന്ന കാര്യം പോലും ലോകത്തിലെ ഏറ്റവും മികച്ച രാജ്യങ്ങളെക്കാൾ ഭേദപ്പെട്ട രീതിയിലാണ് നമുക്ക് ചികിത്സ കിട്ടുന്നത്. അത് സർക്കാരിൻ്റെ സംവിധാനങ്ങൾ കൊണ്ട് മാത്രമല്ല, പ്രൈവറ്റ് മേഖലയുമുണ്ട്. ഒരു സംശയമില്ല കാര്യത്തിൽ. ഞാൻ ഈ അടുത്ത കാലത്ത് പല രാജ്യങ്ങളിലും സന്ദർശിക്കുമ്പോൾ കണ്ടിട്ടുള്ള ഒരു കാര്യം 2 പ്രധാന പ്രശ്നങ്ങളാണ്. ഈ അടുത്ത ഏറ്റവും അവസാനത്തെ ഒരു യാത്ര ഓസ്ട്രേലിയയിലേക്കായിരുന്നു. അതിൻ്റെ എപ്പിസോഡുകൾ വരാനിരിക്കുന്നതേ ഉള്ളൂ, അടുത്ത ആഴ്ചയൊക്കെ തുടങ്ങും. അവിടെ ചെല്ലുമ്പോൾ അവരുമായിട്ട് സംസാരിക്കുമ്പോൾ 2 പ്രധാന പ്രശ്നങ്ങൾ കേരളം ആ ഓസ്ട്രേലിയയോ യൂറോപ്പിനെയോ ഒക്കെക്കാൾ വളരെ മുമ്പിലായിട്ടുള്ള വിഷയങ്ങൾ അവർ വലിയ ആശങ്കയോടെ പറഞ്ഞു. ഒന്ന്, അവിടെ ഒരു മോഷണം നടന്നെന്നിരിക്കട്ടെ, ഓസ്ട്രേലിയയിലോ യൂറോപ്പിൽ കുറച്ചുകൂടെ ഭേദമാണ്, ഓസ്ട്രേലിയയിലെ കാര്യമാണ് പറഞ്ഞത്. ഒരു മോഷണം നടന്നു, നിങ്ങളുടെ വീട്ടിലൊരു കള്ളൻ കയറി കുറേ സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുപോയി. സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുപോകാൻ ഇപ്പം ഏറ്റവും പ്രയോജനമുള്ളൊരു സാധനം. കൊണ്ടുപോയാൽ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നു, പോലീസിൽ പരാതി കൊടുക്കുന്നു, പോലീസുകാരൻ നിർവികാരമായി നിങ്ങളുടെ കേസ് റെക്കോർഡ് ചെയ്യുന്നു, ഒരു FIR തയ്യാറാക്കുന്നു, എന്നിട്ട് അതിൻ്റെ ഒരു കോപ്പി നിങ്ങൾക്ക് തരുന്നു. അയാൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഈ FIRൻ്റെ കോപ്പിയായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നത് ഇൻഷുറൻസ് കമ്പനിയെ സമീപിക്കാം. ഇൻഷുറൻസുകാർ അതിൻ്റെ പൈസ വിലയിരുത്തിയിട്ട് നിങ്ങൾ ഇൻഷുർ ചെയ്തിട്ടുള്ള ഒരു മുതലാണെങ്കിൽ ആ പൈസ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നു. സ്വർണം കൊണ്ട് പോയവൻ സുഖമായിട്ട് അവൻ്റെ ജീവിതം നയിക്കും, പോലീസുകാരൻ സുഖമായിട്ട് ഇവിടെ ജീവിക്കും, ഇൻഷുറൻസുകാരൻ തന്ന പൈസ കൊണ്ട് നമ്മളിവിടെ വീട്ടിലിരിക്കും. ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും, അക്രമം നടത്തിയിട്ട് രക്ഷപ്പെട്ട കള്ളന്മാരെ പോലും പിടികൂടാൻ പോലീസ് സംവിധാനം വളരെ ദുർബലമാണ്. ഇത് നിങ്ങൾ വിശ്വസിക്കുമല്ലോ എന്നറിയില്ല, അവിടെ ജീവിക്കുന്ന ആളുകൾ പലരിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. ഇതൊരു യാഥാർത്ഥ്യമാണ്. രണ്ടാമത്തെ കാര്യം മെഡിക്കൽ രംഗമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇന്ന് രാവിലെ ഉണർന്നപ്പം അതിഭീകരമായൊരു വയറ്റുവേദന. നിങ്ങൾ ഒരു യൂറോപ്യൻ രാജ്യത്തോ ഈ പറഞ്ഞ വികസിതമെന്ന് കരുതുന്ന ഒരു രാജ്യത്തോ ആണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ഒരു ഫാമിലി ഡോക്ടർ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ഡോക്ടറുണ്ട്, അവിടേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ അപ്പോയിൻമെൻ്റ് എടുക്കണം. മിക്കവാറും ആ അപ്പോയിൻമെൻറ്റ് കിട്ടുക ഒരാഴ്ച കഴിഞ്ഞായിരിക്കും. വയറ്റുവേദന രാവിലെ തുടങ്ങി നിങ്ങൾക്ക് നിലത്ത് നിൽക്കാൻ പറ്റാത്ത സ്ഥിതിയിലാണെങ്കിൽ പോലും ഇത്തരം രോഗങ്ങൾക്ക് കമ്മ്യൂണിറ്റി മെഡിസിൻ അല്ലെങ്കിൽ ഡോക്ടർ അല്ലെങ്കിൽ ഫാമിലി ഡോക്ടർ എന്ന് പറയുന്ന ആ ലോക്കൽ ഒരു ഡോക്ടർ നിങ്ങൾക്കുണ്ടാവും. കുറേ ആളുകളുടെ ഒരു ഡോക്ടറായിരിക്കും അദ്ദേഹത്തിൻ്റെ റെഫറൻസോട് കൂടി മാത്രമാണ് പലപ്പോഴും അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുക. എന്നാൽ ഒരു എമർജൻസി മെഡിസിനോ കാഷ്വാലിറ്റിയോ പോലുള്ള കാര്യങ്ങൾക്ക് കുറച്ചുകൂടെ സിസ്റ്റമാറ്റിക്കായ പ്രൊഫഷണലായ സംവിധാനങ്ങളുണ്ട്. പക്ഷേ നിങ്ങൾ അവിടെ വിദേശത്ത് ജീവിക്കുന്ന, പ്രത്യേകിച്ച് യൂറോപ്പിലോ അമേരിക്കയിലോ കാനഡയിലോ ഈ ഓസ്ട്രേലിയയിലൊക്കെ ജീവിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളോട് ബന്ധുക്കളോട് ചോദിച്ചാൽ അവരുടെ ഏറ്റവും വലിയ ആശങ്ക ഇതായിരിക്കും: മെഡിക്കൽ ഫെസിലിറ്റികൾ വളരെ സ്ലോയിലാണ് പ്രവർത്തിക്കുന്നത്, വളരെ ഡിലേയ്ഡാണ് പ്രവർത്തിക്കുന്നത്. ഒരു ആക്സിഡൻ്റ് ഉണ്ടായാൽ ട്രോമ കെയർ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പ്രൊഫഷണലായിട്ട് കിട്ടുമായിരിക്കാം. ഈ പ്രശ്നം നമ്മൾ ആദ്യം കാണുന്നത് എവിടെയാണെന്ന് മലയാളി ശ്രദ്ധിക്കുന്നത് നിങ്ങൾക്കറിയാം, കോവിഡ് വന്ന കാലത്താണ്. കോവിഡ് വന്നപ്പോൾ കേരളം അതിനെ വളരെ കാര്യക്ഷമതയോടെ, കേരളമാണ് പ്രധാനമായിട്ടും കാര്യക്ഷമതയോടെ കൈകാര്യം ചെയ്തപ്പോൾ അമേരിക്കയിലും യൂറോപ്പിലുമൊക്കെ ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു വീഴുന്നു, മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് കിട്ടാതെ പോയി എന്നുള്ളത്. ഇതായിരിക്കാം കേരളം മറ്റ് രാജ്യങ്ങളെക്കാൾ ഈ മേഖലയിൽ വളരെ മുന്നിലാണെന്ന് പറയുന്നതിൻ്റെ കാര്യം. എന്നാൽ മെഡിക്കൽ റിസർച്ച് പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും ആധുനികമായ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്ന കാര്യത്തിൽ
അല്ലെങ്കിൽ ഏറ്റവും നൂതനമായ ചികിത്സാ രീതികൾ കണ്ടുപിടിക്കുന്ന കാര്യത്തിലൊക്കെ അവർ വളരെ മുമ്പിലാണ്. പക്ഷേ സാധാരണക്കാരിലേക്ക് അത് എത്തിക്കുന്നതിൽ വളരെ പിന്നിൽ. അതിൻ്റെ ഒരു പ്രധാന കാരണം ഞാൻ മനസ്സിലാക്കുന്നത്, രോഗികൾ പരമാവധി വരാതിരിക്കാനാണ് ആശുപത്രി ശ്രമിക്കുന്നത്. കാരണം ആശുപത്രിയുടെ മുകളിൽ വലിയൊരു നിയന്ത്രണമുള്ളത് ഇൻഷുറൻസ് കമ്പനികൾക്കാണ്. രാഷ്ട്രീയക്കാരുടെ മേലും ഈ ഇൻഷുറൻസ് കമ്പനികൾക്ക് വലിയ റോളുണ്ട്. യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ ഇൻഷുറൻസ് കമ്പനികൾ വളരെ നിർണായകമാണ്. നമ്മുടെ ഒരു സുഹൃത്ത്, അതാരാണെന്ന് ഞാൻ പെട്ടെന്ന് മറന്നുപോയി, വളരെ നമ്മൾ പരിചിതനായ ഒരു വ്യക്തി യൂറോപ്പിൽ വെച്ച് വീണു, കൈയുടെ അസ്ഥി പൊട്ടി. മലയാളിയാണ്, നിങ്ങൾക്ക് അറിയുന്നത്, ഞാൻ പെട്ടെന്ന് മറന്നുപോയതാണ്. അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു, അതിനുള്ള സർജറി നടത്തി, വൈകിട്ട് ഡിസ്ചാർജ് ചെയ്തു. വേദനയെ സഹിച്ച് വീട്ടിൽ വന്നിരിക്കുക. കാരണം എന്താ? ഇൻഷുറൻസ് കമ്പനി ഒരു കാരണവശാലും കൂടുതൽ ദിവസം ആശുപത്രി കിടക്കാൻ സമ്മതിക്കില്ല. കിടക്കും തോറും പൈസ അവരുടെ പോവുകയാണ്. അപ്പോൾ ഈ മെഡിക്കൽ രംഗവും ഈ പറഞ്ഞ മറ്റ് പല മേഖലകളും വളരെ പിന്നിലാണെങ്കിലും മറ്റടിസ്ഥാന സൗകര്യങ്ങൾ, പ്ലാനിംഗ് ഒക്കെ വളരെ മുമ്പിലാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇത്തരം പല കാര്യങ്ങളിലും പ്ലാനിങ്ങോടുകൂടി, ദീർഘവീക്ഷണത്തോടുകൂടി പല കാര്യങ്ങളും ചെയ്യുന്നില്ല. അതിൻ്റെ ഒരു പ്രധാന കാര്യം, ജനാധിപത്യ സംവിധാനത്തിൽ ജനത്തെ പ്ലീസ് ചെയ്യലാണ് പ്രധാനമെന്ന് രാഷ്ട്രീയ കക്ഷികളെല്ലാം തീരുമാനിക്കുന്നു, നേതാക്കന്മാർ തീരുമാനിക്കുന്നു. ജനത്തെ പ്ലീസ് ചെയ്താലേ 5 വർഷം കഴിയുമ്പോൾ വോട്ട് കിട്ടുള്ളൂ. അപ്പോൾ ജനത്തിന് ഇഷ്ടമുള്ളത് എന്ത്, ജനം കൈയടിക്കുന്നത് എന്ത്, അത് മാത്രം ചെയ്യുക. ഭാവിയെക്കുറിച്ചുള്ളൊരു കാര്യം പറയുമ്പോൾ അത് ജനത്തിന് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്തിനാ വെറുതെ സമയം കളയുന്നത്, എന്തിനാ വെറുതെ അവരുടെ ചീത്ത കേൾക്കുന്നത് എന്നുള്ളതാണ്. പല കാര്യങ്ങളും നമ്മൾ 15 വർഷം മുമ്പ് വേണ്ട എന്ന് ഉപേക്ഷിച്ചത് അല്ലെങ്കിൽ തള്ളിക്കളഞ്ഞത് സമൂഹവും രാഷ്ട്രീയക്കാരും മാധ്യമങ്ങളും എതിർത്ത കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് അത്യാവശ്യമാണെന്ന് പറഞ്ഞാൽ ഉടനെ നടപ്പാക്കണമെന്ന് നമ്മൾ തന്നെ മുറവിളി കൂട്ടുന്നുണ്ട്. അപ്പോൾ ഈ മാറ്റം കേരളത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്. തീർച്ചയായിട്ടും. സോ വളരെ നമുക്ക് നമുക്കിനി ഒരു 23 കറക്റ്റ് സമയമാണ്, 23 മിനിറ്റാണ്. 10-15 മിനിറ്റ് അവർക്ക് ഒരുപാട് ചോദ്യങ്ങൾ സന്തോഷമായിട്ടോട് ചോദിക്കാനുണ്ടാവും. അപ്പോൾ വീണ്ടും ഞാൻ എൻ്റെ ഒരു ചോദ്യം എന്ന് വെച്ചാൽ, എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, ഒരുപാടിടത്ത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു, വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നു. അതിൻ്റെ കൂടെ ഇദ്ദേഹത്തിൻ്റെ ഒരു പുതിയൊരു ടൂർ പ്രോഗ്രാം, അപ്പോൾ നിങ്ങൾക്കൊക്കെ അത് അധികം പ്രൊമോട്ടൊന്നും ആയിട്ടില്ലെന്നാണ് തോന്നുന്നത്. എന്നാൽ പോലും എപ്പോഴും ആളുകളൊക്കെ, ഞാൻ നേപ്പാളിൽ എവിടേക്കോ പോയപ്പോഴൊക്കെ ഞാൻ ഇദ്ദേഹത്തെയൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഓരോ സമയത്തും 10-30 ആൾക്കാരൊക്കെ ആയിട്ട് ഓരോ രാജ്യത്തൊക്കെ പോകുന്ന പരിപാടികളുണ്ട്. ഇപ്പോഴും കാണാത്ത ലോകങ്ങൾ എന്ന് പറഞ്ഞ ഈ ഒരു സബ്ജക്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ചോദിക്കുകയാണ്, ഇനി കാണാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ വീണ്ടും വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്ന ഭൂമിയിലെ ഏത് സ്ഥലമാണ്? അതുകൂടാണ്ട് ഇപ്പം നമ്മുടെ സുനിത വില്യംസുമായിട്ട് ഞങ്ങൾക്കൊരു 2 മൊമെൻറ്റ്സ് കിട്ടി. അപ്പോൾ അദ്ദേഹം ആ ഒരു സ്പേസ് ട്രാവലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവർ ഭയങ്കര കൂടുതൽ ഞങ്ങളുടെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രമാണ് ആ ഒരു സമയത്ത് ഇദ്ദേഹം ആ ഒരു ബഹിരാകാശ യാത്രയുടെ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു 2 ചോദ്യങ്ങളൂടെ എനിക്കുണ്ട്. ഇനിയും കാണാൻ ആഗ്രഹിക്കുന്ന സ്ഥലം, അല്ലെങ്കിൽ വീണ്ടും വീണ്ടും പോകേണ്ട, കാഴ്ചയിൽ ഇൻസ്പയർ ചെയ്ത, അല്ലെങ്കിൽ ഒരുപാട് സ്ഥലങ്ങൾ താങ്കൾക്ക് താല്പര്യമില്ലെങ്കിൽ പോലും അത് മറ്റുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പോയി കണ്ട സ്ഥലങ്ങളുണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും ഉണ്ടാവും. പേഴ്സണലി സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഇന്ത്യ അല്ലാത്ത ഏത് രാജ്യമാണ്? ഞാൻ വീണ്ടും വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്നത് ഏതെന്ന് സത്യസന്ധമായിട്ട് ചോദിച്ചാൽ അത് ഇന്ത്യയുടെ ഉൾനാടൻ കാഴ്ചകൾ തന്നെയാണ്. അതിൻ്റെ കാരണം, നമ്മൾ മറ്റു പല രാജ്യങ്ങളിലേക്കും പോകുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ബോറടിക്കാൻ തുടങ്ങും. കാരണം സമാനമാണ് കാഴ്ച. നിങ്ങൾ യൂറോപ്പിൽ എവിടെ വേണേൽ സഞ്ചരിച്ചോളൂ, ആദ്യത്തെ ഒരു 15 ദിവസം യാത്ര ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കാണുന്നതെല്ലാം ഒരേപോലെ തോന്നും. കാണുന്ന മനുഷ്യരൊരുപോലെ, കെട്ടിടങ്ങൾ ഒരുപോലെ, തെരുവുകൾ ഒരുപോലെ, ഭക്ഷണം ഒരുപോലെ, വാഹനങ്ങളൊന്നു തന്നെ. നിങ്ങൾ 1 മാസം 1 വർഷമോ താമസിച്ചാലും കാണാൻ പോകുന്നതല്ല ഒന്ന് തന്നെയാണ്. കിഴക്കൻ ഏഷ്യയിലേക്ക് പോയാൽ, തായ്ലൻഡിൽ കൂടെ സഞ്ചരിക്കുമ്പോഴും മലേഷ്യയിലേക്ക് പോകുമ്പോഴും വിയറ്റ്നാമിലേക്കോ കംബോഡിയയിലേക്ക് ചെല്ലുമ്പോഴും കാണുന്ന മനുഷ്യർ, തെരുവോരത്തെ ഭക്ഷണം, വീടിൻ്റെ നിർമ്മാണ ശൈലി, ഇതെല്ലാം ഏതാണ്ട് സമാനമാണ്. എന്നാൽ നിങ്ങൾ ഇന്ത്യയിലേക്ക് വന്നാൽ, അങ്ങ് ലഡാക്കിൽ നിന്ന് തുടങ്ങിയാൽ കന്യാകുമാരി എത്തുന്നതിനിടയ്ക്ക് നിങ്ങൾ കാണുന്നതെല്ലാം വൈവിധ്യങ്ങളും വ്യത്യസ്തതകളുമാണ്. അത് നിങ്ങളെ എക്സൈറ്റ് ചെയ്യുന്നതുണ്ട്, അത്ഭുതപ്പെടുത്തുന്നുണ്ട്, ആവേശം കൊള്ളിക്കുന്നതുണ്ട്, ഞെട്ടിക്കുന്നതുണ്ട്, നിങ്ങളെ ഷോക്ക് ചെയ്ത് നിങ്ങൾക്ക് അയ്യോ എന്ന് നിങ്ങളെ ഭയപ്പെടുത്തുന്നത് വരെയുണ്ട്. ഇപ്പോൾ ഭയപ്പെടുത്തുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ കാശിയിലേക്കാണ് ചെല്ലുന്നതെങ്കിൽ, വാരണാസിയിലേക്ക് ചെന്നാൽ അവിടെ മരിച്ച ഒരു മനുഷ്യൻ്റെ മൃതദേഹം എങ്ങനെയാണ് സംസ്കരിക്കുന്നത് എന്നുള്ള കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഹരിദ്വാറിൽ, അവിടെ സഞ്ചാരത്തിൽ ഞാൻ കാണിച്ചിട്ടുള്ളതാണ്, ഒരു ഗംഗയുടെ ഒരു കടവിലേക്ക് ഒരു സന്യാസി എന്നെ പറഞ്ഞു വിട്ടു. ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടെ കാറിൽ ആ
ഗംഗയുടെ തീരത്തുകൂടെ സഞ്ചരിച്ച് ഒരു വളവ് തിരിഞ്ഞ ഒരു ഭാഗത്ത് ചെന്നു. അദ്ദേഹം കൂട്ടിക്കൊണ്ട് പോയത് ആ കടവിൽ അവിടെ അധികം ആളുകൾ വരുന്നതല്ല, ആ നദി വക്കിലേക്കാണ്. അവിടെ നിന്ന് നോക്കുമ്പോൾ ഞാൻ കാണുന്നത് കമഴ്ന്നു കിടക്കുന്ന ചീർത്ത ഒരു മൃതദേഹം. ഒരു സന്യാസി സമാധിയായിരിക്കുന്നതാണ്. സമാധിയായ ഒരു സന്യാസിയെ ഇങ്ങനെ ഒരു നദിയിൽ ഇങ്ങനെ കുറേ ദിവസങ്ങളായി വെള്ളത്തിൽ ചീർത്ത് വീർത്ത് അങ്ങേരുടെ വേറൊരു നിറമായി, വെള്ള നിറമായി ഇങ്ങനെ കിടന്ന് ഇങ്ങനെ വെള്ളത്തിന് മുകളിൽ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്ന ഒരു ഞെട്ടിക്കുന്ന കാഴ്ച. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു പട്ടി ഇറങ്ങിച്ചെന്ന് ഒരറ്റത്തുനിന്ന് ഇങ്ങനെ കടിച്ചു വലിക്കാൻ തുടങ്ങുന്നു. ഇത് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, സഞ്ചാരത്തിൽ ഞാൻ കാണിച്ചതാണ്. ഇത് വെറുതെ ഒരു എക്സൈറ്റഡ് അല്ല. ഈ കാഴ്ചകളും കൂടെ കാണുന്ന ഒരു അത്ഭുതമുണ്ടല്ലോ, ഇത് നിങ്ങൾക്ക് പറയാൻ ചിലപ്പോൾ ഇത് ഇന്ത്യയുടെ ഒരു സിസ്റ്റം ഇല്ലായ്മയാണ്, ഇന്ത്യയുടെ നമ്മുടെ ഭരണ സംവിധാനത്തിൻ്റെ പോരായ്മയാണ്, അല്ലെങ്കിൽ കൾച്ചർ ഇല്ലായ്മയാണ് എന്നൊക്കെ പറയാം. പക്ഷേ ഇതിന് വേറൊരു ആത്മീയ തലവും അവർ കാണുന്നുണ്ട്. ജീവിതത്തിൻ്റെ നിരർത്ഥകത, എത്ര മഹാനായ ഒരു മനുഷ്യൻ്റെയും ജീവിതം ഇത്രയേ ഉള്ളൂ എന്ന് കാണിച്ചു തരുന്ന ഒരു ഫിലോസഫിയും കൂടെ നമുക്കതിനകത്ത് കാണാം. അപ്പോൾ ഫിലോസഫിക്കലായിട്ട് ചിന്തിക്കുന്ന ആളുകൾക്ക് ഫിലോസഫിയുടെ അങ്ങേയറ്റം വരെ കാണിച്ചു തരുന്ന ഒരു ഇന്ത്യയെ നമുക്ക് കാണാൻ പറ്റും. എന്നാൽ മനുഷ്യ ജീവിതത്തിൻ്റെ വൈവിധ്യങ്ങൾ, ഭക്ഷണ വൈവിധ്യം മുതൽ കാർഷിക ജീവിതത്തിൻ്റെ വൈവിധ്യം മുതൽ നമ്മളങ്ങ് ഇറങ്ങിയാൽ അതൊരു അത്ഭുത ലോകമായിരിക്കും. ഞാൻ ഇപ്പോൾ 151 രാജ്യം കഴിഞ്ഞു. ഇനി കൂടിപ്പോയാൽ ഒരു 10-45 രാജ്യം കൂടിയാണ്. അതും ചെറിയ ദ്വീപ് രാജ്യങ്ങൾ, അപ്രധാനം എന്ന അല്ലെങ്കിൽ നമ്മൾ പേര് പോലും കേട്ടിട്ടില്ലാത്ത രാജ്യങ്ങൾ, ഇതൊക്കെയാണ് പ്രധാനം. എന്നാൽ പ്രാധാന്യമുള്ള ഒരു 3-4 രാജ്യങ്ങളുണ്ട്. അത് ഞാൻ അവസാനത്തേക്ക് വെച്ചിരിക്കുകയാണ്. പാകിസ്ഥാനുണ്ട്, ബംഗ്ലാദേശുണ്ട്. ഇങ്ങനെ അവിടെയൊന്നും പോയില്ല. ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമ്മളൊരു സൗഹൃദം കുറച്ചുകൂടി ഒന്ന് ഊഷ്മളമായതിന് ശേഷം ഒരു സൗഹൃദത്തിൻ്റെ ബ്രാൻഡ് അംബാസഡറായിട്ട് തന്നെ പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഒളിച്ചും പാത്ത് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. 4 ആൾ അറിയേ പാകിസ്ഥാനിലെ മനുഷ്യരുടെ അടുത്ത് പറ്റുമെങ്കിൽ അവരുടെ വീടുകളിലേക്ക് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കൂടെ ഞാനും വരും. നിങ്ങളെ കൊണ്ടുപോകും. അവിടെ പോയി നമുക്ക് നമ്മുടെ കോഴിക്കോടൻ ബിരിയാണി. അതെ, ഞാൻ ഈ ഇംഗ്ലണ്ടിലൊക്കെ ജോലി ചെയ്യുമ്പോൾ എൻ്റെ റെസ്റ്റോറൻറ്റിലൊക്കെ ഒരുപാട് പാകിസ്ഥാനി ആൾക്കാരൊക്കെ ഉണ്ട്. അവരുടെ ഭക്ഷണ രീതി അതിപ്പോൾ നമ്മൾ കൂടുതൽ നമ്മുടെ മിഡിൽ ഈസ്റ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെയും ഭക്ഷണത്തിൻ്റെ വ്യത്യാസമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം നിഹാരി ഗോസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് വന്ന കുറേ സ്പെഷ്യാലിറ്റി നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നതുകൊണ്ട് അവിടത്തേക്ക് ആൾക്കാരുടെ കുറച്ച് ഓയിൽ കൂടുതലാണ് എന്നുള്ളത് മാത്രമല്ലാണ്ട് വളരെ രുചികരമായ ഭക്ഷണങ്ങളാണെന്നൊക്കെ നമുക്കറിയാം ഓരോ പ്രവിശ്യയിൽ പോലും. അപ്പോൾ അവിടെ പോയി ഇംഗ്ലണ്ടിലൊക്കെ ആൾക്കാർ അവിടെ ടൂറിസ്റ്റിൽ അവിടെ പാകിസ്ഥാനൊക്കെ സന്ദർശിച്ചിട്ട് ഭക്ഷണം കൊണ്ടുവരുന്നതുണ്ട്. അപ്പോൾ ഭക്ഷണം ഇന്ത്യയെ പോലെ തന്നെ അതേ രീതിയിലൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ഒരു അവസരം നമ്മുടെ സൗഹൃദമായിട്ടൊക്കെ വരികയും ഫ്രീ ആയിട്ടൊക്കെ പോകുമ്പം ആ യാത്രയിൽ എനിക്കറിയാം സന്തോഷമായിട്ട് അങ്ങനെ ഒരു ട്രിപ്പ് വെച്ചാൽ എത്രമാത്രം ആൾക്കാർ വരും എന്നുള്ളത്. അപ്പോൾ ആ ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരിക്കാം നമുക്ക് ഫിഷ് നിർവ്വാണയൊക്കെ ഒന്ന് കൊടുക്കണം. യെസ്, ഉറപ്പായിട്ടും. സോ നമുക്ക് 17 മിനിറ്റാണ്, 15 മിനിറ്റ് നിങ്ങൾക്കുള്ളതാണ്. അപ്പോൾ 2 മിനിറ്റ് ഞങ്ങൾ എക്സ്ട്രാ അങ്ങ് തരികയാണ്. അപ്പോൾ ഒരുപാട് ചോദ്യങ്ങളുണ്ടാവാം. അത് പ്ലീസ് സന്തോഷേട്ടനോട് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഒത്തിരി കൈകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം സാധാരണ നമുക്ക് കൃത്യം 17 മിനിറ്റ്, 2 മിനിറ്റ് എൻ്റെ വക എക്സ്ട്രാ ആണ്, ഞാൻ ചോദിക്കുന്നില്ല. രാജൻ തേങ്ങാപ്പറമ്പ്, ഈ ബദിരൂർ എന്ന ഒരു ഏരിയ, അതായത് കോഴിക്കോട് നഗരത്തിൻ്റെ വളരെ അടുത്ത്, സാറ് ഉൾനാടൻ ഇന്ത്യയുടെ ഉൾനാട് എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ കോഴിക്കോടിൻ്റെ ഏറ്റവും അടുത്തുള്ള, ഈ സിറ്റിയിൽ നിന്ന് വളരെ അടുത്തുള്ള ഒരു ചരിത്രപ്രസിദ്ധമായ സ്ഥലമാണ്. അത് ചിലപ്പോൾ നമ്മുടെ ഭൂപടത്തിൽ കൂടെ വന്നോന്നറിയില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ആഗ്രഹിക്കുന്നത് സന്തോഷ് സാറിലോട്ടെങ്കിലും നമ്മുടെ ഈ ബദിരൂര് എന്ന സ്ഥലം സാമൂതിരിയുടെ കാലത്ത് സാമൂതിരിയുടെ അംഗരക്ഷകർക്ക് ആയോധന കല പഠിപ്പിക്കാൻ വേണ്ടി വന്നതും, അതുപോലെ ഒരു കച്ചവട ആവശ്യത്തിന് അതിനടുത്തുള്ള അരുത്തുരുത്തി മലയിൽ ഈ ധാരാളം കച്ചവട സാധനങ്ങൾ കൊണ്ടുവരാനും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ചരിത്രപ്രസിദ്ധമായ സ്ഥലമാണ്. അതിനോടൊപ്പം അകലാപ്പുഴ എന്ന ഒരു നല്ലൊരു പുഴയാണ്. ആ പുഴ ഏതാണ്ട് പയ്യോളി ആ ഭാഗം വരക്കെ പോകുന്നൊരു പുഴയാണ്. ആ പുഴത്തീരത്തുള്ള എല്ലാവരും ഹോം സ്റ്റേ ധാരാളം ആഗ്രഹിക്കുന്നവരാണ്, ഹോം സ്റ്റേ ആഗ്രഹിച്ചു വരുന്നതാണ്. ഏതായാലും ചോദ്യത്തിൽ പ്രധാനപ്പെട്ട് ഞാൻ പറയാനുള്ളത്, ഈ കാലഘട്ടത്തിൽ ഹോം സ്റ്റേ ആക്കി നമുക്ക് ഇനി 15 മിനിറ്റേ ഉള്ളൂ. ഒത്തിരി പേർക്ക് ചോദ്യം ഇത്രേ ഉള്ളൂ. ഈ ഭരണാധികാരികൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന സ്ഥലം സന്തോഷമായിട്ടുള്ള പ്ലാനിംഗ് ബോർഡ് മെമ്പർ എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ സാധിക്കുമോ എന്നാണ് ചോദിക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു. തീർച്ചയായിട്ടും നമുക്ക് അത്തരം നിരവധി പ്രദേശങ്ങളെ വളർത്തിയെടുക്കാറുണ്ട്. അതിനുവേണ്ട ശ്രമങ്ങൾ നടത്തും. താങ്ക് യു. ഓക്കെ, വളരെ സ്പെസിഫിക് ആയിട്ട് ചോദിക്കുക പ്ലീസ്. താങ്ക് യു സർ. ഞാൻ അഫ്സർ ബാബു, പെരിന്തൽമണ്ണ സ്വദേശിയാണ്.
SGKയോട് എനിക്കൊരു വിയോജിപ്പ് ആദ്യം തന്നെ വിയോജിപ്പ് രേഖപ്പെടുത്തുകയാണ്. പാചകവും വാചകവും എന്തൊരു കോമ്പിനേഷനാണെന്ന് ഞങ്ങൾ എൻജോയ് ചെയ്തു. എൻ്റെ ചോദ്യം, ഞാൻ അധ്യാപകനാണ്, കണ്ടാൽ തോന്നില്ലെങ്കിലും ഹയർ സെക്കൻഡറി അധ്യാപകനാണ്. രാവിലെ ക്ലാസ് റൂം ക്ലീൻ ചെയ്യിച്ച് വൈകുന്നേരം ചെല്ലുമ്പോഴേക്കും ചപ്പ് ചവറുകൾ കുമിഞ്ഞു കൂടിയിട്ടുണ്ടായിരിക്കും. നമ്മൾ നല്ല രുചിയോടുകൂടി പിള്ള സാറിനോട് കൂടിയാണ് ഭക്ഷണം കഴിക്കും. പക്ഷേ ആ ഭക്ഷണം നമ്മൾ ഇവിടെയൊക്കെ ഇട്ടിട്ട് രാവിലെ കഴിച്ചിട്ടിട്ട് വൈകുന്നേരം വരുമ്പോൾ ആരായത് ഇട്ട് അറപ്പോട് കൂടി നോക്കും. ഈ ക്ലീൻലിനെസ് ലോകം ഇത്രയും സഞ്ചരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ നമ്മളെ കുട്ടികളെയും കേരളക്കാരെയും പഠിപ്പിക്കാം? എന്താണ് ഇതിനൊരു വിദ്യ? താങ്ക് യു. ഞാൻ പറയുക, അങ്ങയെയും എന്നെയും പോലുള്ള അധ്യാപകർ മനസ്സ് വെച്ചാൽ നടക്കുന്ന കാര്യം അത്. കാരണം നേഴ്സറി മുതൽ നമുക്കിത് തുടങ്ങണം, പ്രീ സ്കൂൾ മുതൽ ഇത് തുടങ്ങണം. ബോർഡ് എഴുതി വെച്ചാൽ ആരും നന്നാവില്ല ഇന്നത്തെ കാലത്ത്. മുതിർന്നു കഴിഞ്ഞ് നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്ന് ബോർഡുകൾ എഴുതി വെക്കുന്നതാണ് ഇപ്പോഴത്തെ ഒരു രീതി. പകരം കുട്ടികളിൽ തുടങ്ങുക, സ്കൂളുകളിൽ തുടങ്ങുക, കുട്ടികളുടെ ശീലമാക്കി അത് മാറ്റുക. ഇന്ന് ഇത് തുടങ്ങിയാൽ 10 വർഷം കഴിയുമ്പോൾ കേരളം മാറും. നമ്മൾ ഇതുവരെ അത് തുടങ്ങിയില്ല. പൗരബോധം, സിവിക് സെൻസ്, ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, സിവിക് സെൻസിനുള്ള പ്രാധാന്യമാണ് നമ്മൾ വളരെ വളരെ ഗൗരവത്തോടെ കാണണം. ഇന്നിനി ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്താണെന്ന് പോലും പാഠ്യപദ്ധതി രൂപപ്പെടുത്തുന്ന പലർക്കും മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ റോബോട്ടിക്സിൻ്റെ ഒരു കാലത്ത് നമ്മൾ ഇനി അങ്ങോട്ട് മുമ്പോട്ട് ഇതിൻ്റെ വർദ്ധിച്ച ഒരു ഉപയോഗവും ജീവിതത്തെ മുഴുവൻ സ്വാധീനിക്കാൻ പോകുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസൊക്കെ പോലുള്ള ടെക്നോളജി ആയിരിക്കും. അതുപയോഗിച്ച് ജീവിക്കേണ്ട നമ്മുടെ കുഞ്ഞുങ്ങളെ പഴയ നൂറ്റാണ്ടിലെ ടെക്നോളജിയിൽ കാണാതെ പഠിപ്പിച്ച്, പല കാര്യങ്ങളും ഒരാവശ്യവുമില്ലാത്ത കാര്യങ്ങൾ പഠിപ്പിച്ച്, ഇംഗ്ലീഷിൻ്റെ ഒരു പ്രയോജനവുമില്ലാത്ത ചില ഗ്രാമർ വിഷയങ്ങളിൽ അവനെ തളച്ചിട്ട് ഇംഗ്ലീഷ് എന്ന ഭാഷയെ അല്ലെങ്കിൽ അന്യഭാഷകളെല്ലാം വെറുപ്പിക്കുന്ന രീതിയിലേക്കാക്കുന്നു. കുറച്ചാളുകൾ, അധ്യാപകരാകാൻ പോകുന്ന ആളുകൾക്കൊക്കെ പ്രയോജനം ഉണ്ടാവാം. അല്ലാത്ത ആളുകൾക്ക് കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിജ്ഞാനം എന്ന് പറയുന്നത് ഒരു നല്ല മനുഷ്യനായി എങ്ങനെ ജീവിക്കണം, നല്ല പൗരനായി എങ്ങനെ ജീവിക്കണം എന്നുള്ള വിദ്യാഭ്യാസമാണ്. അതൊഴികെ ബാക്കിയെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു ചോദ്യം വളരെ നമ്മുടെ അദ്ദേഹം പറഞ്ഞ പോലെ കുട്ടികളിൽ നിന്ന് തുടങ്ങിയാൽ ഒരുപക്ഷെ ഇങ്ങനെയൊക്കെയുള്ളൊരു മാറ്റം നമ്മൾ പെട്ടെന്നൊന്നും കാണാൻ പറ്റില്ല. ഇത് തുടങ്ങി അതിൻ്റെ ഒരു റൂട്ട് കോസ് അനലൈസ് ചെയ്ത് അദ്ദേഹം പറഞ്ഞ പോലെ കുട്ടികളിൽ നിന്ന്, വീടിൽ നിന്ന്, സ്കൂളിൽ നിന്നല്ല ഞാൻ പറഞ്ഞത്, വീടുകളിൽ നിന്നുള്ള ആ ഒരു ന്യൂ ബേബി മുതലുള്ള ഒരു ശീലം വരുമ്പം 10 വർഷമോ 5 വർഷമോ കൊണ്ട് ഈ ഒരു വലിയൊരു രീതിയിലുള്ളൊരു മാറ്റം, അല്ലെങ്കിൽ റബ്ബിഷിൽ ഇത് ഇടണം എന്നുള്ളത്, അല്ലെങ്കിൽ പൊതുബോധം, കാറിൽ നിന്ന് പോലും നമ്മൾ വലിച്ചെറിയുകയാണ്. നമ്മുടെ കാറിനുള്ളിൽ കുടിച്ചൊരു വെള്ളത്തിൻ്റെ ബോട്ടിലോ അല്ലെങ്കിൽ ഒരു ചിപ്സിൻ്റെ പാക്കറ്റോ ഒരു 5 മിനിറ്റ് വെക്കാൻ, അല്ലെങ്കിൽ കഴിച്ചു തീർന്നിട്ട് അതിൻ്റെ ഒരു സൈഡിൽ വെക്കാൻ പോലും നമുക്ക് നമ്മുടെ മുമ്പിൽ സേഫ് ആവണം. അതങ്ങ് വലിച്ചെറിഞ്ഞാൽ തീരുന്നു എന്നുള്ളൊരു ശീലത്തിലാണ് നമ്മളെല്ലാവരും ചെയ്യുക. അപ്പോൾ അത് കുട്ടിക്കാലം മുതലേ അദ്ദേഹം പറഞ്ഞ പോലെ ചെയ്താൽ കേരളം പോലൊരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, ലോകമെമ്പാടും ഒക്കെ ഒത്തിരി സഞ്ചരിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കടലും കായലും അല്ലെങ്കിൽ മലയും പുഴയും ആറും ഒക്കെയുള്ള ഇത്രയും വിശാലമായ, ഇത്രയും ഈ ഭൂമിയുടെ ഏറ്റവും ചെറിയൊരു സ്ഥലം, ഇത്രയും സുന്ദരമായൊരു സ്ഥലം ഇതിലും മനോഹരമായിട്ട് നമുക്ക് വെക്കാൻ പറ്റും എന്നുള്ളത് അദ്ദേഹത്തിന് നല്ലൊരു കയ്യടി കൊടുക്കുക ചോദ്യത്തിനും. തീർച്ചയായിട്ടും അടുത്ത ചോദ്യം പ്ലീസ്. സന്തോഷേട്ടാ, എൻ്റെ പേര് വിസ്മയ, കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി പാട്യത്തു നിന്ന് വരുവാണ്. ഞാൻ ചെറുതിലേ കണ്ടു വളർന്ന സന്തോഷത്തിൻ്റെ സഞ്ചാരം ഞാനും എൻ്റെ അനിയനും കാണുമായിരുന്നു. ഞങ്ങൾ നോക്കിക്കൊണ്ടിരുന്നത് ഹെവി ക്യാമറ തോളത്ത് വെച്ച് ആ നിഴലിങ്ങനെ ശ്രദ്ധിക്കുമായിരുന്നു, വെയിറ്റ് ഹെവിയായി കെയർ ചെയ്ത്. അപ്പോൾ ആ ഒരു സന്തോഷ് ജോർജ് കുളങ്ങരയിൽ നിന്നും സാർ ഇപ്പോൾ ഒരു സെലിബ്രിറ്റി ആയി. ആസ് എ സെലിബ്രിറ്റി ട്രാവലർ സാറിന് ഒരുപാട് ലോക മലയാളി എന്നൊക്കെ പറയുന്ന ഒരു കമ്മ്യൂണിറ്റിക്ക് സാർ ഒരു സെലിബ്രിറ്റി ട്രാവലർ തന്നെയാണ്, ഞങ്ങളുടെ എല്ലാവരുടെ അഭിമാനമാണ്. അപ്പോൾ സാർ ആ ഒരു നോർമൽ ട്രാവലർ, ഓർഡിനറി ട്രാവലറിൽ നിന്നും ഒരു സെലിബ്രിറ്റി ട്രാവലർ ആയതിനു ശേഷം സാർ മിസ് ചെയ്യുന്ന എന്തെങ്കിലും, ആ പഴയ സന്തോഷം മിസ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ആ ഒരു സെലിബ്രിറ്റി ആയതിനു ശേഷം പച്ചയായ ആ ജീവിത ശൈലികൾ കാണാൻ പറ്റുന്ന സാറിൻ്റെ മുന്നിൽ ആരെങ്കിലുമൊക്കെ അഭിനയിച്ച് കാണിക്കുന്ന പോലെ തോന്നിയിട്ടുണ്ടോ? നാച്ചുറലായിട്ട് ആ ഒരു എക്സ്പോഷർ കിട്ടുന്നുണ്ടോ? ആ ഡിഫറൻസ് ഒന്ന് ഷെയർ ചെയ്യാവോ? താങ്ക് യു. ഞാൻ ഒരു സെലിബ്രിറ്റി ആയെന്ന് അറിയുന്നത് ഇപ്പോഴാണ്. എനിക്കിപ്പോഴും ഇപ്പോൾ സുനിത വില്യംസ് ഈ സ്റ്റേജിൽ നിൽക്കുമ്പോൾ എനിക്ക് അവരുടെ അടുത്തേക്ക് കയറി വരാൻ ഭയന്ന് വിറച്ചിരുന്ന ഒരാളാണ് ഞാൻ അവിടെ. ഇന്നലെ വൈകുന്നേരം മമ്മൂട്ടിയോടൊപ്പം ഉള്ളൊരു പരിപാടിയിൽ കൊച്ചിയിലുണ്ടായിരുന്നു. അവിടെ ഞാൻ ചെല്ലുമ്പം ബാക്കിയുള്ളവരൊക്കെ പ്രത്യേക വസ്ത്രമൊക്കെ ധരിച്ച് അത് സോഷ്യൽ മീഡിയയിൽ വരുന്നതാണെന്നുള്ള മട്ടിൽ ചെല്ലുമ്പം ഞാൻ ഇത് ഒരു മമ്മൂട്ടിയല്ലേ, നമ്മുടെ ആളല്ലേ എന്ന് വിചാരിച്ച് ഞാനൊരു സാധാരണക്കാരൻ ചെല്ലുന്ന പോലെ ചെന്ന് അവിടെ ചെല്ലുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇങ്ങനെയൊന്നും അല്ല വരേണ്ടത്. അപ്പോൾ ഞാനിപ്പോഴും ഒരു തനി മരങ്ങാട്ടുപുള്ളിക്കാരൻ തന്നെയാണ്, ഒരു മാറ്റവും എനിക്കുണ്ടായിട്ടില്ല. ഇപ്പോഴും
ഈ മൈക്ക് എടുക്കുമ്പോൾ ഇങ്ങനെ ചങ്കൂറ്റത്തോടെ പറയുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നതാ. ഉള്ളിൽ അത് പേടിയുണ്ട്. ഞാൻ അറിയാതെ വരുന്നതാ. ഈ കയറി വരുന്നിടം വരെ ഞാനിങ്ങനെ വിറച്ചിരിക്കുക, നിങ്ങൾ എന്താ എന്നെ ചെയ്യാൻ പോകുന്നത്, എന്താണ് ഈ ഷെഫ് ചോദിക്കാൻ പോകുന്ന ചോദ്യം. നിങ്ങളെക്കാൾ ഒരു സദസ്സിനെ കാണുമ്പം വിറയ്ക്കുന്ന ഒരു പാവം മനുഷ്യനാണ് ഞാൻ. ഒരു യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ടെൻഷൻ കാരണം പല ദിവസങ്ങൾ ഉറങ്ങാൻ പറ്റാതെ, കാരണം അവിടെ ചെല്ലുന്ന അന്ന് മഴയായിരിക്കുമോ മഞ്ഞായിരിക്കുമോ എന്ത് ചെയ്യും ദൈവമേ എന്ന് ചിന്തിക്കുന്ന ഒരു സാധാരണക്കാരനാണ്. ഒരിക്കലും എനിക്കൊരു സെലിബ്രിറ്റി ആയിട്ട് ബിഹേവ് ചെയ്യാൻ പറ്റാറില്ല. അതുകൊണ്ട് കുഴപ്പങ്ങളുമുണ്ട്. കാരണം ഞാൻ ഇപ്പോൾ ഇവിടേക്ക് ഈ സ്റ്റേജിലേക്ക് കയറി വരേണ്ടതാണെങ്കിൽ ഈ നടുക്കൂടെ നല്ലൊരു പാതയുണ്ടെങ്കിൽ അതിലൂടെ വരാൻ ഇപ്പോഴും പേടിയുള്ള ഒരാളാണ്. ഞാനിങ്ങനെ പമ്മി നോക്കി ഈ സ്റ്റേജിൻ്റെ പുറകിൽ കൂടെ കയറി വരാൻ പറ്റുമോ എന്ന് നോക്കുന്ന ഒരു പാവം മനുഷ്യനാണ്. അപ്പോൾ എന്നെ സെലിബ്രിറ്റിയായി ദയവ് ചെയ്ത് ഉപദ്രവിക്കരുത്, സെലിബ്രിറ്റി ആക്കരുത്. ഞാൻ സാധാരണ മനുഷ്യരുടെ ഒപ്പം ജീവിക്കുന്ന, ഞാൻ പറഞ്ഞല്ലോ മരങ്ങാട്ടുപള്ളി എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയാത്തൊരു ഗ്രാമം. ആ ഗ്രാമത്തിൽ തന്നെ ഇപ്പോഴും ജീവിക്കുന്നത്, വേറെ എറണാകുളത്ത് പോയി ജീവിക്കാനുള്ള തൻ്റെ ഇടം ഇല്ലാത്തത് കൊണ്ടാണ്. ഒരു ടെലിവിഷൻ ചാനൽ തുടങ്ങുമ്പോൾ പോലും അതുമായിട്ട് ഷെഫൊക്കെ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങുന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ 5 സ്റ്റാർ ഹോട്ടൽ റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഞാൻ അദ്ദേഹത്തെയൊക്കെ അത്ഭുതത്തോടെയാണ് കാണുന്നത്. ഇയാൾക്കൊക്കെ ഇത് എങ്ങനെ സാധ്യമാകുന്നു 5 സ്റ്റാർ ഹോട്ടലുകളിൽ റെസ്റ്റോറൻറ്റുകൾ തുടങ്ങാൻ? 5 സ്റ്റാർ ഹോട്ടലിൽ നമ്മൾ കയറുന്നത് തന്നെ വല്ലപ്പോഴും ഒക്കെയാണ്, ഇങ്ങനെ വല്ലവരൊക്കെ പിടിച്ചുകൊണ്ട് പോകുമ്പോഴാണ്. ഷെഫ് എന്നെ ക്ഷണിച്ചിട്ടുണ്ട്, ഒരു ദിവസം പോകണം അദ്ദേഹത്തിൻ്റെ റെസ്റ്റോറൻറ്റിൽ ഞാൻ നിർമ്മാണം കഴിക്കാം. അപ്പം ഒരു മാറ്റവും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. ആ മാറ്റം വരാത്തത് കൊണ്ട് ചിലർ എന്നെ തെറ്റിദ്ധരിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു സ്ഥലത്തൂടെ പോകുമ്പോൾ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കയറി ചെല്ലുമ്പോൾ ഞാനൊരു സാധാരണ ഭക്ഷണം കഴിക്കാൻ ചെല്ലുന്ന ഒരാളായിട്ടാണ് ചെല്ലുന്നത്. തിരിച്ചിറങ്ങി വരുമ്പോൾ ചിലർ എൻ്റെ അടുത്ത് വന്നിട്ട് പറയും, നിങ്ങൾ ഞങ്ങളെ ഒന്നും മൈൻഡ് ചെയ്തില്ല എന്ന്. ഞാൻ അവരെ മൈൻഡ് ചെയ്യേണ്ടതാണെന്നോ അവർ എന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നോ എന്നെ ആകാംക്ഷയോടെ കാണുകയായിരുന്നെന്നോ ഞാൻ അറിയാറില്ല. അതാണ് സത്യം. ഞാനൊരു ഭക്ഷണം കഴിക്കാൻ അവരെ പോലെ തന്നെ ചെന്ന ഒരാൾ. നിങ്ങളൊരു റെസ്റ്റോറൻറ്റിലേക്ക് ഭക്ഷണം കഴിക്കാൻ ചെല്ലുമ്പോൾ അപ്പുറത്തെ മേശയിലിരിക്കുന്ന ആളെ വിഷ് ചെയ്യാറുണ്ടോ? ഇല്ല. നിങ്ങൾ അറിയാത്ത ഒരാളാണെങ്കിൽ അത് തന്നെ എൻ്റെ മനപ്പം. പക്ഷേ ഇപ്പം ഞാൻ തിരിച്ചറിയുന്നു, ഈ എല്ലാവരെയും കാണുമ്പം ഒന്ന് ചിരിക്കണമെന്ന്. അങ്ങനെ ചിരിക്കുമ്പോഴൊരു കുഴപ്പം, ചിലരുടെ അടുത്ത് ചോദിക്കുക എന്തിനാണ് ചിരിച്ചതെന്ന്. എനിക്കെന്താ പറ്റിയത്? ഓക്കെ, നമസ്കാരം. എൻ്റെ പേര് ജസീം, ഞാനൊരു ആർക്കിടെക്റ്റാണ്. പിന്നെ ഞാൻ എപ്പോഴും യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ ആദ്യം ഒരു സഞ്ചാരിയുടെ ഡയറക്റ്റ് ഗ്രൂപ്പ് വന്നോ എന്ന് നോക്കുക. പക്ഷെ അത് നിർത്തുന്നെന്ന് പറഞ്ഞപ്പോൾ ഒരു സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞൊരു സങ്കടമുണ്ട്. ഞാൻ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇപ്പോൾ അത് എത്ര പേർക്ക് സങ്കടം വരും എന്നറിയാൻ ഞാനിട്ടൊരു നമ്പരാണ്. ഓക്കെ, ക്വസ്റ്റ്യനിലേക്ക് വരികയാണെങ്കിൽ സാർ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല, ഒരു അജയേട്ടൻ വയനാട് ചേകാടി എന്നൊരു ഗ്രാമമുണ്ട്. പുള്ളിയാണ് ഇവിടുത്തെ വിശ്രമ കേന്ദ്രമൊക്കെ ഉണ്ടാക്കി. അപ്പോൾ പുള്ളി ഇപ്പോഴും കൂടെ തന്നെ വിളിച്ചിട്ടുണ്ട്, അടുത്തൊരു സുഹൃത്തും കൂടെയാണ്. പുള്ളിയുടെ ഒരു ചെറിയൊരു വിഷമം സാറിനെ പറയാൻ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ വരുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സ്ട്രീറ്റ് പദ്ധതിയിലൊക്കെ ഉൾപ്പെട്ട ഒരു ഗ്രാമം കൂടിയാണ് ഈ ചേകാടി. പക്ഷേ ഗവൺമെൻറ് സൈഡിൽ നിന്ന് നിലവിൽ പദ്ധതികളൊന്നുമില്ല. പുള്ളി ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ ടോപ്പിക്കുകളും സാറ് പറഞ്ഞ അതേ ഇത് തന്നെ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അത് വിദേശികളും ടൂറിസ്റ്റുകൾക്കൊക്കെ പ്രാദേശികമായ ഭക്ഷണം, ഗന്ധകശാല, നെല്ലിൻ്റെ ഉൽപ്പന്നങ്ങൾ, ഇതൊക്കെ ചെയ്യുന്ന ഒരാൾ. അതുപോലെ ഇപ്പം എപ്പോഴും പറയാറ് ഈ ടൂറിസം എന്നുള്ളൊരു മേഖല ഇത് മാത്രമേ ഉള്ളൂ. ഈ കലകളും ആദിവാസികളെ നൃത്തങ്ങളൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ അന്യം നിന്ന് പോകുന്നതാണ്. ഇപ്പോൾ പുള്ളി ഇതിനൊക്കെ മുന്നോട്ട് വരുന്നുണ്ട്. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് ഒരു സപ്പോർട്ട് അതിന് പകരം ഈ പ്രൈവറ്റായിട്ട് ആൾക്കാർ മുന്നോട്ട് വരുന്നത്. ഇപ്പം കഴിഞ്ഞ ആഴ്ചയും കൂടെ ഒരു പോലീസിനും ഫോറസ്റ്റൊക്കെ വിളിച്ച് ഭീഷണിപ്പെടുത്തുക. കാരണം ഇങ്ങനെ ഒരാൾ മുന്നിട്ട് വരുമ്പോൾ തന്നെ അതിന് പിന്നോട്ടടിപ്പിക്കുന്ന ഒരു ഉദ്യോഗസ്ഥ സിസ്റ്റമാണുള്ളത്. അപ്പോൾ ഇങ്ങനെ മുന്നോട്ട് അപ്പോഴും കൂടെ തന്നെ വിളിച്ചൊരു സാറിനെ നേരിട്ട് കണ്ട് പരാതി പറയണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ പ്രൈവറ്റായിട്ട് വരുന്നവർക്ക് എന്തെങ്കിലും സാറിന് സജഷൻ ഉണ്ടോ ഈ ഒരു കാര്യത്തിന്? ഇല്ല, കേരളത്തിൽ നമ്മൾ ഒരു സംരംഭകനാകുക എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എല്ലാവരും ഡോക്ടറാവാൻ ജനിച്ചിട്ടുള്ള ആൾക്കാരല്ല, ആണോ? അല്ല. എല്ലാവരും നല്ല അഡ്വക്കേറ്റായ പ്രൊഫഷനിൽ വിജയിക്കാനും ജനിച്ചവരല്ല. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്, സംരംഭകത്വവും നമുക്കെല്ലാം പറഞ്ഞിട്ടുള്ളതല്ല, എല്ലാവർക്കും പറഞ്ഞിട്ടുള്ളതല്ല. അതിന് ചില പ്രത്യേക സ്കില്ലുകൾ വേണം. സ്കില്ല് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ചിന്തയിലുള്ള സ്കില്ലുകൾക്ക് അപ്പുറമുള്ള ചില സ്കില്ലുകളൂടെ വേണം. അതിന് നാട്ടുംപുറത്ത് മെയ്വഴക്കം എന്നൊക്കെ പറയും. മെയ്വഴക്കം, അഭ്യാസം, തന്ത്രജ്ഞത, ചിലപ്പോൾ അതിന് വേറൊരു ഭാഷയിൽ കുതന്ത്രം എന്നും ചിലർ പറയും. അപ്പോൾ തന്ത്രജ്ഞതയും മെയ്വഴക്കവും നന്നായിട്ടുള്ള ആളുകളാണ് ശരിക്കും ബിസിനസ്സിൽ വിജയിക്കുന്നത്. ഞാൻ എന്തുകൊണ്ടാണ് സഫാരി ചാനൽ തുടങ്ങിയിട്ട് അതിപ്പോഴും ഒരു ബിസിനസ് ആക്കാൻ പറ്റാതെ പോയെന്ന് അറിയാമോ? പരസ്യം പോലും എടുക്കാൻ ആദ്യം ഞാൻ ശ്രമിച്ചതാണ്. അത് വേണ്ടാന്ന് പിന്നെ വെച്ചതിൻ്റെ കാര്യം അതിൽ ഞാൻ പരാജയമാണെന്ന് എനിക്ക് മനസ്സിലായതോടുകൂടെ ഞാനൊരു നല്ല ബിസിനസ്സുകാരനായി ഇപ്പോഴും മാറിയിട്ടില്ല. കാരണം അത്രയും മെയ്വഴക്കമുള്ള ഒരാളല്ല ഞാൻ. അപ്പോൾ എനിക്കിത് തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ അതുകൊണ്ടാണ് വിപുലമായ ഒത്തിരി മേഖലകളിലേക്ക് ഒന്നും കടക്കാത്തത്.
എനിക്ക് സാധ്യതകൾ നിരവധിയുള്ള മേഖലകൾ, പലരും എന്നെ പ്രോത്സാഹിപ്പിക്കുന്നത് നിങ്ങൾ അതുകൂടെ തുടങ്ങണം എന്നൊക്കെ പറയുന്ന മേഖലകളിൽ പോലും ഞാൻ കടക്കാതെ മാറി നിൽക്കുന്നത് അത്രയേറെ മെയ്വഴക്കമുള്ള ഒരു വ്യക്തിയല്ല ഞാനെന്ന് തിരിച്ചറിയുന്നതാണ്. അപ്പം സംരംഭകർ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. സമൂഹത്തിൽ നിന്ന് ഒരു സൗജന്യം ഏതു തന്നെ കാരണത്താലാണെങ്കിലും കിട്ടും എന്ന് നമ്മൾ പ്രതീക്ഷിക്കരുത്. ദീർഘകാലത്തേക്ക് ഏത് സംരംഭകനും നമ്മളുടെ പരിമിതികൾ നമ്മുടെ മാത്രം പരിമിതിയാണ്. ഒരു കസ്റ്റമറുടെയോ ഒരു സമൂഹത്തിൻ്റെയോ ആവശ്യമല്ലത്. കുറച്ചു കാലത്തേക്ക് അവരുടെ പരിഗണനകളൊക്കെ കിട്ടിയേക്കാം. പക്ഷേ അതിനെ മറികടക്കാൻ നമുക്ക് തൊട്ടടുത്ത് നിൽക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ആ കമ്മ്യൂണിറ്റി ഒക്കെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക അല്ലാതെ വേറെ മാർഗ്ഗമില്ല. നമുക്കറിയാം, രാഷ്ട്രീയ സംവിധാനത്തിലും ഉദ്യോഗസ്ഥ സംവിധാനത്തിലും ഒക്കെ നിയമങ്ങളും ചട്ടങ്ങളും ബലമായിട്ട് പിടിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റേതായ ചില വഴികളിലൂടെ പോവുകയോ മാത്രമാണ് അതിനെ മറികടക്കാൻ അല്ലെങ്കിൽ അതിനെ അതിജീവിക്കാനുള്ള വഴികൾ. അപ്പോൾ അവിടെ ഇത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. സംരംഭകത്വം ഏത് തരത്തിലാണെങ്കിലും തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, അതെല്ലാവർക്കും അതിൽ വിജയിക്കാൻ കഴിയുന്നതല്ല. കാരണം നിങ്ങളൊരു ഉദാഹരണം നോക്കൂ. ഷെഫ് പിള്ള എന്ന് പറയുന്ന വ്യക്തി കേരളത്തിലെ ഞാൻ കണ്ടിട്ടുള്ള കഴിഞ്ഞ ഒരു 10 വർഷം നമ്മൾ നിരീക്ഷിച്ചാൽ ഏറ്റവും മിടുക്കനായ സംരംഭകരിൽ ഒരാളാണ്. ഞാൻ മുമ്പേ പറഞ്ഞ ചില വിശേഷണങ്ങളുള്ളത് കൊണ്ടല്ല കേട്ടോ, തെറ്റിദ്ധരിക്കരുത്. അദ്ദേഹം ചെറിയ ഒരു തുടക്കത്തിൽ നിന്ന് ഒരു ഷെഫായി ജീവിതം ആരംഭിച്ച് പിന്നീട് അദ്ദേഹത്തിൻ്റെതായ സംരംഭങ്ങൾ ഉണ്ടാക്കി ഇന്ന് 100 കണക്കിന് ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു സംരംഭകനാണ്. രാജ്യത്തിനകത്തും പുറത്തും നിരവധി പ്രസ്ഥാനങ്ങൾ ആരംഭിച്ചതാണ്. അതിനുവേണ്ടി ഈ മെയ്വഴക്കം എന്ന് പറഞ്ഞ സാധനം ആവശ്യം വന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞ ആ ഒരു സംരംഭം എല്ലാവരുടെയും എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം. പണ്ടൊക്കെ ഒരു കേരളത്തിൽ ഒരു 20-25 വർഷമൊക്കെ മുമ്പ് മുതൽ എല്ലാവർക്കും ഒരു സർക്കാർ ജോലി അല്ലെങ്കിൽ PSC പരീക്ഷ എഴുതി ഒരു ജോലി നേടുക, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് വിദേശത്ത് പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ പോയി നല്ല ഒരു വീടൊക്കെ വെച്ച് സ്ഥലമൊക്കെ വാങ്ങി വീട് വെച്ച് ഒരു കല്യാണം കഴിച്ച് ജീവിക്കുക എന്ന് പറയുന്നതിനേക്കാളുപരി ഇപ്പോഴത്തെ ഒരു ചെറുപ്പക്കാരുടെ ഏറ്റവും വലിയ സന്തോഷം ഇവരെല്ലാവരും ഭയങ്കര ഒരു എൻ്റർപ്രണർ മൈൻഡ് സെറ്റിലേക്ക് മാറി സംരംഭകനാവുക. ചെറുപ്പത്തിൽ യങ് ഏജ് +2 പഠിക്കുന്ന കുട്ടികൾ പോലും അവരുടെ ഒരു സൈഡ് ബിസിനസ്സായിട്ട് പോകുന്ന കുട്ടികളെ കാണുന്നുണ്ട്. ഒരു സൈഡിൽ നമ്മൾ പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ചെറുപ്പക്കാരെല്ലാം ഡ്രഗ്സ് അല്ലെങ്കിൽ മറ്റതൊക്കെ ആണെന്നൊക്കെ പറയുന്നെങ്കിൽ പോലും അതിനേക്കാളുപരി ആൾക്കാർ വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ചെറുപ്പക്കാർ നമ്മുടെ കേരളത്തിൽ തന്നെ പ്രത്യേകിച്ച് എനിക്ക് തീർച്ചയായിട്ടും പറയാം, ഞാൻ ഒത്തിരി ആൾക്കാരെ മീറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ രീതിയിൽ സംരംഭത്തിൻ്റെ ഒരു വലിയൊരു പ്രാധാന്യം കേരളത്തിൽ ഒരുപാട് സംരംഭകർ വന്നാൽ നമ്മുടെ നാടിന് തന്നെയാണ് എൻ്റെ ഒരു ഗുണം. അതൊരു ഭയങ്കര സംഭവം. അപ്പോൾ അതിലേക്ക് ഒത്തിരി ചെറുപ്പക്കാരെത്തുന്നു. ഇത് ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല, പക്ഷേ ഇതിനകത്ത് ഇൻട്രസ്റ്റോട് കൂടി കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇദ്ദേഹം പറഞ്ഞ ആ വാക്കുകളെല്ലാം നല്ലൊരു ബിസിനസ് എന്ന് പറയുന്നത് ഒരു അതിസമ്മർദ്ദവും അതിനകത്ത് ഈ പറഞ്ഞ മെയ്വഴക്കങ്ങളെല്ലാം ഒരു അപ്പ് ആൻഡ് ഡൗൺസും അത് പല രീതിയിൽ നമ്മൾ അതിജീവിച്ച് പോകേണ്ട ഒരു കാര്യമാണ്. പക്ഷേ അതിലേക്ക് നോക്കുമ്പം എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ചിലപ്പോൾ ഒരു 1000 കോടി അല്ലെങ്കിൽ 2000 കോടിയൊക്കെ വിറ്റുവരവുള്ള കമ്പനികളൊക്കെ വളരെ ചുരുക്കമാണ്. അത് തമിഴ്നാട്ടിലോ അല്ല ഇന്ത്യയിലെ മറ്റ് ഇതര സംസ്ഥാനങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ നമ്പർ ഓഫ് ആൾക്കാർ കൂടുതലാണ്. പക്ഷേ വരും കാലങ്ങളിൽ ഹോം ഗ്രോൺ ആയിട്ട് കേരളത്തിൽ നിന്ന് തന്നെ ആ ഒരു നമ്പറിലൊക്കെ എത്തുന്ന സംരംഭകരുണ്ടാവും എന്നുള്ളതിൻ്റെ ഒരു തുടക്കം നമുക്ക് കാണാൻ പറ്റും. അതും ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആണ്. അത് ഞാനിപ്പോൾ നമ്മുടെ ഒരു ഓഫീസ് തന്നെ ഇവിടെ ഹൈലൈറ്റ് ബിസിനസ് പാർക്കിലാണ്. അവിടെ പോകുമ്പോൾ അവിടത്തേക്ക് യങ്സ്റ്റേഴ്സ് എല്ലാം നമ്മൾ മീറ്റ് ചെയ്യുന്നവരെല്ലാം ഒരു ബിസിനസ് ചിന്താഗതിക്കാരാണ്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നാടിൻ്റെ ഒരു പുരോഗതി നെക്സ്റ്റ് ഒരു 10 years 15 years പറഞ്ഞതുപോലെ കേരളത്തിനും വലിയൊരു ഭാവിയായിട്ടാണ് ഞാൻ കാണുന്നത് തന്നെ. ഹായ് സർ, എൻ്റെ പേര് ഡോക്ടർ ഭരത്. ഞാൻ പറയാൻ വന്നത് എൻ്റെ ചൈൽഡ്ഹുഡ് ഉണ്ടാക്കിയ ഒരു സംഭവമാണ് സഞ്ചാരം. അപ്പോൾ ഇത്രയും കാലം ഈ സഫാരി ചാനൽ ഇറങ്ങുന്നതിന് മുന്നേ വരെ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ഇത് നരേറ്റ് ചെയ്യുന്നത് സാറാണെന്നാണ്. അനീഷ് പുന്നൻ പീറ്റർ എന്ന് പറയുന്ന ആളാണിത്, വേറൊരാളാണിത് നരേറ്റ് ചെയ്യുന്നത് പറഞ്ഞപ്പോൾ എനിക്കുണ്ടായ ഷോക്ക് വലുതാണ്. ഇത്രയും നന്നായി ഭംഗിയായി കഥ പറയുന്ന സാർ എന്തുകൊണ്ടാണ് സഞ്ചാരം പോലെയുള്ള ഒരു ഇത്രയും നല്ലൊരു ട്രാവലോഗ് സാർ എന്തുകൊണ്ടാണ് നരേറ്റ് ചെയ്യാത്തത്? നിങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞ നല്ല വാക്കിന് നന്ദി. പക്ഷേ നിങ്ങളുടെ പേരൻസിൻ്റെ അടുത്ത് ചോദിച്ചാൽ അവർ പറയും അനീഷ് പുന്നൻ്റെ ശബ്ദം തന്നെയാണ് നല്ലതെന്ന്. കാരണം അവർ ആ കാലഘട്ടത്തിൽ ടെലിവിഷൻ പരിപാടികൾക്ക് നല്ല ഘനഗംഭീരമായ ശബ്ദം ആവശ്യമായിരുന്നു. ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലം വന്നപ്പോഴാണ് കാഷ്വൽ ടോക്കുകൾ മതി എന്നുള്ള ചിന്തയിലേക്ക് വന്നത്. 97 സഞ്ചാരം ആരംഭിക്കുന്ന കാലത്ത് അല്ലെങ്കിൽ അതിനു മുമ്പ് ഡോക്യുമെൻ്ററികൾ അല്ലെ ട്രാവലോഗുകൾ അന്നില്ല. ഡോക്യുമെൻ്ററികൾക്കൊക്കെ ശബ്ദം കൊടുക്കുന്ന ഒരു വിഭാഗം തന്നെയുണ്ട്, വോയിസ് ഓവർ ആർട്ടിസ്റ്റുകൾ. അവർ ശബ്ദം കൊടുത്തെങ്കിലേ ടെലിവിഷൻ ചാനലുകൾ അത് എടുക്കുമായിരുന്നുള്ളൂ. ഏഷ്യാനെറ്റൊക്കെ അവർക്ക് ചില നിബന്ധനകളുണ്ട്. ഇന്ന ശബ്ദമായിരിക്കണം, അതിന് പശ്ചാത്തല സംഗീതം വേണം, നിബന്ധനകളാണ് ഇങ്ങോട്ട് തരുന്നത്. ഒരു ചാനലിൽ നമ്മൾ പരിപാടി അങ്ങ് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ആ ചാനലിൻ്റെ നിയമാവലി അനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അന്ന് അങ്ങനെയായിരുന്നു അന്നത്തെ ഒരു രീതി. അതുകൊണ്ടാണ്
ഞാൻ സഞ്ചാരിയുടെ ഏർക്കുറിപ്പ് അതിൻ്റെ ഒരു മറ്റൊരു വേർഷനായിട്ട് ചെയ്യുന്നത് എൻ്റെ ശബ്ദത്തിൽ തന്നെയാണല്ലോ. പിന്നെ കേരള സ്റ്റോറി, കോഴിക്കോടിൻ്റെ വ്യത്യസ്തമായ ചില കഥകളൊക്കെ ഞാൻ കേരള സ്റ്റോറി കാണിച്ചു, ഒത്തിരി പേര് കണ്ടു. അപ്പം കേരള സ്റ്റോറി തുടർന്നും ഉണ്ടാവും, അധികം താമസിയാതെ ഉണ്ടാവും. അതിലൊക്കെ എൻ്റെ ശബ്ദത്തിൽ തന്നെ ചെയ്യാം. തീർച്ചയായിട്ടും ഒരു കാര്യമാണ്, അദ്ദേഹത്തിൻ്റെ ഒരു സെഷൻ കൂടെ വൈകുന്നേരം ഉണ്ട്, 4 മണിക്കാണ്. അപ്പം കൂടുതൽ നമ്മുടെ രണ്ടുപേരുടെ ഒരു സെഷൻ വ്യത്യസ്തമായിട്ടൊരു സെഷൻ ഉണ്ട്, 4 മണിക്കാണ് അദ്ദേഹത്തിൻ്റെത്. അപ്പം ഞങ്ങളുടെ സമയം ദേ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് ഈ ഒരു വലിയൊരു വേദിയിൽ. ആദ്യം തന്നെ DC ബുക്സിനും KLF-നും കോഴിക്കോട് ഇങ്ങനെ ഇത്രയും വലിയ ഒരു ആൾക്കാരോടും നമുക്ക് ഭയങ്കര ഒരു നന്ദി പറയേണ്ടതുണ്ട്. താങ്ക് യു സോ മച്ച്. 2 വാക്ക് ചേട്ടനോടെ പറഞ്ഞു. എല്ലാവർക്കും നന്ദി. പറഞ്ഞ പോലെ തന്നെ 4 മണിക്ക് വീണ്ടും കാണാം ഇവിടെ. താങ്ക് യു.